നിലപാട് മാറ്റങ്ങളിൽ മറുപടിയുമായി അഖിൽ മാരാർ. കൊട്ടാരക്കരയിൽ എന്നെ മത്സരിപ്പിക്കണം എന്നുള്ളത് ഞാനത് ഈ വോയിസ് റെക്കോർഡ് ഞാൻ പുറത്തു വിടുന്നില്ല. സവർക്കറെ ആരാധിക്കുകയും ഗാന്ധിയെ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അഖിൽ മാരാർ ഒരിക്കലും കോൺഗ്രസിന്റെ MLA ആയിരിക്കാൻ യോഗ്യനല്ല. രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ അഖിൽമാരെ പോകുമ്പോൾ അഖിൽമാർ ഡിമാൻഡ് ചെയ്യുന്ന അക്കോമഡേഷൻ, വാട്ട് ഈസ് ദാറ്റ് അക്കോമഡേഷൻ? അങ്ങനെ അക്കോമഡേഷൻ ചെയ്തെങ്കിൽ എന്താണ് അക്കോമഡേഷൻ? അക്കോമഡേഷൻ ഞാൻ പൈസ. അഖിൽമാരാർ എന്റെ പൈസ കളഞ്ഞ് ഞാൻ മത്സരിച്ചോ? അത് ഞാൻ പറയുന്നല്ലോ, എന്റെ വണ്ടി ഞാൻ വിറ്റെന്ന്. ഇപ്പൊ പച്ചക്കള്ള പറയുന്നത്. നിങ്ങളിപ്പോ എന്നെ എതിർക്കുന്ന ഒരു കാര്യമില്ല. അവിടെ സാബു ജേക്കബ് എന്ന് പറഞ്ഞ പെരുങ്കള്ളൻ രക്ഷപ്പെടുക. അഖിൽമാരാരാണോ സത്യം, സാബു ജേക്കബാണോ സത്യം? കണ്ടുപിടിക്ക്. ജനങ്ങളുടെ ശബ്ദം, ജനങ്ങളുടെ വാദങ്ങൾ. ജനകീയ കോടതി പ്രസിഡന്റ് ബൈ സിസോ ഹെയർ കളർ. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ന്യായാധിപൻ പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ശ്രീ വി വേണുഗോപാൽ. വെൽക്കം സർ. ഇന്നത്തെ അതിഥി തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന, ബിഗ് ബോസ് താരമായിരുന്ന സംവിധായകൻ ശ്രീ അഖിൽ മാരാർ. വെൽക്കം ശ്രീ അഖിൽ. അഖിൽ മാരാർ, രാഷ്ട്രീയം, വിവാദം, ചോദ്യങ്ങളുടെ അനുവാദം വേണം. താങ്ക് യു സർ. അഖിൽ മാരാർ, യെസ്, ഒരു വർഷം മുമ്പ് ഇതേ സീറ്റിൽ അഖിൽ ഇരുന്നാണ്. 1.5 വർഷം മുമ്പ്. അന്നിരിക്കുമ്പോ അഖില് ഒരു ജാങ്കോ ജാക്കറ്റ്, ഒരു പ്ലേ ബോയ് സ്റ്റൈൽ യോയോ, ഇന്നിപ്പോ വെള്ളയും സാത്വിക വേഷധാരി. വേഷം മാറുന്ന നിമിഷങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഖിൽ ഇപ്പോൾ എന്താണ്, ആരാണ്, എവിടെയാണ്? ഹു ആർ യു നൗ? അന്നും ഇന്നും അഖിൽമാരാർ തന്നെയാണ്. ഞാൻ അന്ന സ്വത്വബോധത്തിൽ എനിക്ക് ശരികളെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ ഉറച്ചു നിന്ന് അഭിപ്രായങ്ങൾ മാറിയത് ശരികൾ മാറുന്നത് കൊണ്ടാണ്. ആ ശരികളിൽ ഉറച്ചു നിൽക്കുന്നു, അഖിൽമാരായി തുടരുന്നു. അന്ന് വരുമ്പോൾ BJP വിരുദ്ധ പറഞ്ഞായിരുന്നു. ഇപ്പോഴും BJP വിരുദ്ധനാണോ, BJP കാരനാണോ? ഇന്ത്യ ഫോൾഡിൽ ഉണ്ടോ? ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യം, അഖിൽമാരാർ ഒരിക്കലും BJP-യിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് BJP പാളയത്തിലേക്ക് പോയത്? ഒന്ന് ഞാൻ എടുത്തത് പറഞ്ഞത്, അവിടെ ഞാൻ പോയത് BJP-യിലേക്കല്ല. ഞാൻ BJP പോകില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ BJP-യിലേക്ക് പോയിട്ടില്ല. അപ്പൊ അവർ പറഞ്ഞു അഭിപ്രായങ്ങൾ പലതും മാറ്റിയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏത് അഭിപ്രായമാണ് മാറ്റിയത്? അപ്പൊ രാമക്ഷേത്രത്തിൽ ഞാൻ ഒരിക്കൽ പോകില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നോട് ഇപ്പോഴും ചോദിക്കൂ, ഞാൻ രാമക്ഷേത്രത്തിൽ പോകില്ല. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. BJP വിഭാഗീയത വളർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? ആ അഭിപ്രായത്തിൽ അഖിൽമാരാർ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഇന്റർവ്യൂവിൽ ചോദിച്ചു. അപ്പോഴും പറഞ്ഞു അതേ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് അഭിപ്രായങ്ങളൊന്നും മാറിയിട്ടില്ല. ചോദിക്കുന്നത് അഖിൽ ഇപ്പോൾ NDA ഫോൾഡിലുണ്ട്. ഇപ്പൊ 2020 അഖിൽ വിടുകയാണ്. തീർച്ചയായിട്ടും NDA എന്ന് പറയുന്ന വിശാലമായ ഫോൾഡിൽ അഖിൽ ഇപ്പോഴുണ്ടോ? ഒരിക്കലും BJP എന്ന് പറയുന്ന 80% അഖിലിന് വിശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് 80% ഇപ്പോഴും യോജിപ്പുണ്ടോ? BJP-യുടെ വികസനപരമായ കാര്യങ്ങൾ, രാജ്യത്തിന് യുവാക്കൾക്ക് ഗുണം ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട അവരെടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് 100% യോജിപ്പാണ്. പക്ഷെ അത് BJP-യുടെ 80% വരത്തുള്ളൂ. ബാക്കി 20% അവരെപ്പോഴും ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക, മതപരമായി ഭിന്നിപ്പിക്കുക. ആ ഭിന്നിപ്പിലൂടെ ഉണ്ടാവുന്ന വിഷയങ്ങൾ തന്നെയാണ് അവരുടെ വോട്ടുകൾക്ക് ആക്കം കൂട്ടുന്നത്. അല്ല, പക്ഷേ 80% യോജിക്കുകയാണ്. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. BJP മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ അവർ 80% വികസനം മുന്നോട്ട് വെക്കുമ്പോൾ അഖിൽ മാരാർ 24 ജൂലൈ 24 എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് 2018 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിദ്യാർത്ഥി സമയത്തെ പറ്റി എഴുതുന്നതാണ്. 2018 ഞാൻ എഴുതിയ ഒരു ലേഖനമാണ് പവർ ഓഫ് സോഷ്യൽ മീഡിയ എന്ന വിഷയത്തിൽ. ഉയർന്നു വരുന്ന യുവാക്കളുടെ ശബ്ദം രാഷ്ട്രീയ പാർട്ടികളെ തൂത്തെറിയപ്പെടുന്നത് BJP വിരുദ്ധരാവും എന്നതാണ് സത്യം. എന്തെന്നാൽ ഇന്ത്യയിൽ 2 രാഷ്ട്രീയം മാത്രമാണ് നിലവിലുള്ളത്. ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിയ BJP രാഷ്ട്രീയവും ഭാരത വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയവും. ഒന്നാം തരം BJP-ക്കാരെ പോലെ സംസാരിക്കുന്നത്. അത് എഴുതിയതിന്റെ അർത്ഥം ഞാൻ മറ്റുള്ളവർ പറയുന്ന രാഷ്ട്രീയമാണ്. അതായത് ഭാരത വിരുദ്ധ ഒരു കോമയുണ്ട്. ആ കോമ ഒരു കോമയില്ല. നോക്ക്, ഒരു കോമയില്ല. സ്ക്രീൻഷോട്ട് ആയിരിക്കും. അത് ഫേസ്ബുക്കിലാണ്. ഞാൻ പോസ്റ്റ് ചെയ്തത് ഇൻസ്റ്റയിലാണ്. അല്ലല്ല, ഇപ്പൊ കിടപ്പുണ്ട്. ഉണ്ട്, ഫേസ്ബുക്ക് ഇപ്പോഴും കിടപ്പുണ്ട്. അതെ. അതായത് BJP വിരുദ്ധ രാഷ്ട്രീയം രാജ്യവിരുദ്ധ രാഷ്ട്രീയം എന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ, RSS പോലും പറയാത്ത RS വർത്തമാനം ഞാൻ പറയാം. ഹാഷ്മി, എന്റെ കൃത്യമായ ഉത്തരം ഞാൻ പറയാം. അതായത് ഈ പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റയിലാണ്. അപ്പൊ ഇൻസ്റ്റയിൽ ഞാൻ എഡിറ്റ് ചെയ്താൽ ഫേസ്ബുക്കിൽ എഡിറ്റ് വീഴത്തില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും ഈ ഇൻസ്റ്റയിലെ ഫേസ്ബുക്കിലെ പോസ്റ്റിൽ ആ കോമ കാണാത്തത്. കോമയുണ്ട്. കോമാന്ന് ഞാൻ പറയാൻ കാര്യം, കോമാന്ന് പറയാം. ഈ രാജ്യത്ത് ഭാരതവിരുദ്ധരില്ലേ? രാജ്യത്തെ നശിപ്പിക്കാൻ ഭാരതീയ സംസ്കാരത്തിലൂന്നിയ BJP രാഷ്ട്രീയവും ഭാരത വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയം എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞത് അതായത് രാജ്യസ്നേഹികളും രാജ്യവിരുദ്ധരും. രാജ്യസ്നേഹികൾ മൊത്തം BJP-ക്കാര്, അല്ലാത്തവർക്ക് രാജ്യവിരുദ്ധര്. വർത്തമാനം അത് 3 പേർ
അല്ല അഖിൽമാരാർ ബി ജെ പി കാരനാണെങ്കിൽ RSS കാരനാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കാകില്ലേ? എനിക്കെന്താ പേടി? അതാ BJP പോയാ പോരെ? ഈ രാജ്യത്ത് BJP പ്രവർത്തിക്കാൻ എനിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഞാൻ 2020 പോയപ്പോൾ എന്നോട് ആദ്യം ചൂടായ ആള് സുരേഷ് ഗോപിയാണ്. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? BJPയുടെ പല നേതാക്കന്മാരും എന്നോട് ചോദിച്ചു, അഖിൽ എന്തിനാണ് 2020 പോയത്? ഇപ്പൊ കൊട്ടാരക്കരയിൽ മത്സരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പോയെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഞാൻ BJP ചേർന്നില്ല. എന്താ കാര്യം? എനിക്കൊരിക്കലും ഒരു BJP കാരനാവാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് BJP ചേരാത്തത്. അല്ല, എനിക്ക് എന്റെ മുന്നിൽ എന്താ തടസ്സം? പിന്നെ എങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ രണ്ട് രാഷ്ട്രീയ രാജ്യത്തുണ്ട്? ഒന്ന് ഭാരത രാഷ്ട്രീയ BJP, ഭാരത വിരുദ്ധ രാഷ്ട്രീയ BJP വിരുദ്ധർ എന്ന് പറയാൻ ഇവിടെ 3 തരം രാഷ്ട്രീയം. അത് കോമയുണ്ടെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് കാര്യമില്ല, കോമ ഉണ്ടായാലും കാര്യമില്ല. ഭാരത വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയം രാജ്യത്തെ നശിപ്പിക്കാൻ നടക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്നേ. അതാരാണ്? BJP കാരല്ലാത്തവരെല്ലാം അങ്ങനെയാണോ? രാജ്യവിരുദ്ധരാണോ? അത് അടുത്ത വിഭാഗം. BJP വിരുദ്ധർ മൂന്നാമത്തത്. അല്ല, മൂന്നാമത്തെ രണ്ട് രാഷ്ട്രീയം BJP വിരുദ്ധരും ഭാരത വിരുദ്ധരും. അതെന്ത് വർത്താനമാകില്ലേ? ഒന്നുകൂടെ വായിക്കും. അങ്ങനെ വായിക്കുന്നു. എന്തെന്നാൽ ഇന്ത്യയിൽ രണ്ട് രാഷ്ട്രീയം മാത്രമാണ് നിലവിലുള്ളത്. രണ്ട് രാഷ്ട്രീയം. ഒന്ന് ഭാരതീയ സംസ്കാരത്തിൽ ഒന്ന് BJP രാഷ്ട്രീയവും ഭാരത വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയവും. ഭാരത വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയം. അതായത് ഭാരത വിരുദ്ധ എന്ന് ഞാൻ പറഞ്ഞാൽ ഈ രാജ്യത്തിന് അനുകൂലമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിലൊക്കെ തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ നടക്കുന്ന ഒരു തരം രാജ്യവിരുദ്ധ മനോഭാവമുള്ളവർക്ക് രാഷ്ട്രീയമില്ലേ? അവര് കോൺഗ്രസ് അല്ല. ആദ്യ ഭാഗത്തുള്ള ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യും. രണ്ടാമത്തെ വിഭാഗം 100 ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്യും. സത്യമല്ലേ? 2 വിഭാഗമേ ഉള്ളൂ. അതെ. കോമയുടെ കളത്തിൽ പറയരുത്. പൗരത്വ വിഷയം ഇവിടെ പറയരുത്. അല്ല, ഞാൻ പറയുന്നത് അഖിലിന്റെ മനസ്സിൽ രണ്ട് രാഷ്ട്രീയം. ഒന്ന് BJP രാഷ്ട്രീയം, ഒന്ന് BJP വിരുദ്ധ രാഷ്ട്രീയം. അല്ലേ? ഇനി എനിക്ക് മറുപടി പറയാലോ? പറയൂ. ഇവിടെ ഡൽഹിയിൽ 2014 അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയാവാൻ കാരണക്കാരനായ ഒരു വലിയ സമരം ആളിക്കത്തി. അതിന്റെ ഗുണഭോക്താക്കൾ BJP ആയിരുന്നോ കോൺഗ്രസ് ആയിരുന്നോ? അതിന്റെ ഗുണഭോക്താക്കൾ BJP ആയിരുന്നു. അത് സംഘ പ്രൊജക്ട് ആയിരുന്നു. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഗുണഭോക്താക്കൾ. അവിടെ ഈ ഡൽഹിയിൽ സപ്പോർട്ട് ചെയ്തോ? ഒരു പക്ഷേ CJP സമരം RSS സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ പറ്റും? രാജ്യത്ത് ജാമിയ മിലിയയിൽ നടന്ന പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന സമരം BJP സ്പോൺസേർഡ് അല്ല, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പം ഇതിന്റെ ഗുണഭോക്താക്കൾ അല്ല, അഖിൽ ഞാൻ വെറുതെ പറയുന്നല്ല. അഖിൽ പറയുന്ന പോലെ ഞാൻ അസംശം പറയുന്നല്ല. അതിന്റെ മുഖ്യ സംഘാടകനായിരുന്ന ഒരാൾ വന്ന് പറയുന്നു അത് സംഘ് സപ്പോർട്ട് പ്രോജക്റ്റ് ആയിരുന്നു, അവരുടെ ലക്ഷ്യം ആ സമയത്ത് റഷീം ചേഞ്ച് ആയിരുന്നു എന്ന് തുറന്നു പറയാണ്. ഇതിനകത്താണ് നമ്മുടെ അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയം. നിങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യൂ. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നരേന്ദ്രമോദി വിരുദ്ധനായിരുന്നു. നരേന്ദ്രമോദി വിരുദ്ധ രാഷ്ട്രീയം നീ വിറ്റോ എന്ന് മനസ്സുകൊണ്ട് മോഡി ആഗ്രഹിച്ചു. കാര്യം, നീ എന്നെ എതിർത്താൽ എന്നെ എതിർക്കുന്നവരുടെ വോട്ടും കൂടെ നിനക്ക് കിട്ടും. എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അഖിലേ, ഞാൻ പറയുന്ന ഒരു മിനിറ്റ് ഇതൊന്ന് കേട്ടിട്ട് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കുക. പറയൂ. ഒരിക്കൽ നരേന്ദ്രമോദിക്കെതിരെ സദാസമയവും ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന കെജ്രിവാൾ മനസ്സിലാക്കി ഇനി മോഡി രാഷ്ട്രീയം മാറ്റിവെച്ച് പതുക്കെ ലക്ഷ്മി ദേവിയെ നോട്ടിലേക്ക് കൊണ്ടുവരാം, ഹനുമാൻ സേവ ചെയ്യാം. അന്നേരം മോദി എന്താ ചിന്തിച്ചത്? നീ ഇത്രയും നാളും മോദി വിരുദ്ധ രാഷ്ട്രീയം വിറ്റിട്ട് ഇപ്പം നീ വിൽക്കാൻ തുടങ്ങുന്നത് ഞാൻ വിറ്റോണ്ടിരുന്ന സാധനമാണ്. ഞാൻ മാങ്ങ കച്ചവടം ചെയ്തപ്പോൾ നീ തേങ്ങ കച്ചവടം ചെയ്യുന്നോണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നീ എന്റെ കച്ചവടം നീ ചെയ്യാൻ തുടങ്ങിയാൽ നിന്നെ എനിക്ക് പൂട്ടിക്കാൻ അറിയാം. അതിനുശേഷമാണ് കെജ്രിവാളിന്റെ ഇവിടെ തകർച്ച ആരംഭിച്ചത്. അഖിൽ പറയുന്നത് രാജ്യത്ത് 2 ടൈപ്പ് പൊളിറ്റിക്സേ ഉള്ളൂ. ഒന്ന് BJP പൊളിറ്റിക്സ്, രാജ്യസ്നേഹ പൊളിറ്റിക്സ്. BJP വിരുദ്ധ രാജ്യവിരുദ്ധ അങ്ങനല്ല. അതെങ്ങനെയാണ്? അങ്ങനല്ല അല്ലാത്തവരൊക്കെ ഈ രാജ്യത്തെ ചർച്ചകൾ എങ്ങനെ പറയാൻ പറ്റുക? ദേശീയ തലത്തിൽ ഏത് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നു? അത് RSS രാഷ്ട്രീയം. രാഷ്ട്രീയവും രാജ്യവിരുദ്ധരുടെ മറ്റു ഇതര 100 കണക്കിന് രാഷ്ട്രീയം. അവര് രാജ്യവിരുദ്ധ അഖിൽ BJP ചേർന്നുണ്ടോ? ഇല്ലല്ലോ. അഖിൽ രാജ്യവിരുദ്ധരാണോ? ഞാൻ BJP ചേർന്നുണ്ടോ? ഒരു സ്വതന്ത്രന് അഖിൽ രാജ്യവിരുദ്ധരാണോ? ഇപ്പം ഹാഷ്മി ഒരു വാർത്ത വായിക്കുമ്പോ ആ വാർത്ത പർട്ടിക്കുലർ വാർത്തയുടെ ശരികൾ ഒരുപക്ഷെ BJPക്ക് ഒപ്പമായിരിക്കും എന്ന് കരുതി ഹാഷ്മി BJP കാരനാവോ? ഞാൻ സ്വതന്ത്ര കാഴ്ചപ്പാടിൽ എഴുതിയതാണ്. അഖിലിന്റെ സ്വതന്ത്ര കാഴ്ചപ്പാടാണ് രാജ്യത്ത് 2 ടൈപ്പ് പോകാം. അതാ പറയുന്നത്. അഖിലിന്റെ സ്വതന്ത്ര കാഴ്ചപ്പാടെന്ന് പറയുന്നത് രാജ്യത്ത് 2 ടൈപ്പ് പൊളിറ്റിക്സേ ഉള്ളൂ. ഒന്ന് രാജ്യസ്നേഹികൾ രാഷ്ട്രീയവും, 2 രാജ്യവിരുദ്ധ രാഷ്ട്രീയവും. എന്ന് പറഞ്ഞാൽ അഖിൽ ഒന്നാന്തരം RSS തന്നെ പോലെ. 1950 നെഹ്റു വന്ന സമയം ഇവിടെ കോൺഗ്രസ് രാഷ്ട്രീയം ഉണ്ടായിരുന്നു, കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. BJP ഒരിക്കൽ വന്നതിന് ശേഷം BJP 2 തരം രാഷ്ട്രീയം സൃഷ്ടിച്ചു. രാജ്യസ്നേഹികളുടെ BJP രാഷ്ട്രീയം, രാജ്യവിരുദ്ധരുടെ 100 കണക്കിന് രാഷ്ട്രീയം. ഞാൻ അനലൈസേഷൻ എന്താന്ന് വെച്ചാൽ ഹാഷ്മി, അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിലപാട് പറയാണ്. ആ നിലപാട് പ്രകാരം BJP അല്ലാത്തവരൊക്കെ രാജ്യവിരുദ്ധർ എന്ന് പറയാണ്. ഞാൻ പറഞ്ഞിട്ട് ഹാഷ്മി എന്തായി പറയുന്നേ?
ഇവനെ ഞാനും രാജ്യവിരുദ്ധനാ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പ്രധാനമന്ത്രിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു, പാർലമെന്റിൽ പോയി ബോംബ് സ്ഫോടനം നടത്തണമെന്ന് വരെ ഇവിടെ പറഞ്ഞ യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ലൈവിൽ സർക്കാസ്റ്റിക്കലി ഒരു കമന്റിന് കൊടുത്ത മറുപടിയിൽ 152 BNS പ്രകാരം കേരളത്തിലെ ആദ്യത്തെ BNS പ്രകാരമുള്ള രാജ്യദ്രോഹ കേസിലെ പ്രതിയാണ് ഞാൻ. ആ BJP-ക്കാർക്ക് ഈ പാർലമെന്റ് കത്തിക്കണമെന്ന് പറഞ്ഞവനെയും പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്ക് പറഞ്ഞവർക്കും ഒന്നും എതിരെ 192 BNS എടുത്തേക്കുന്നത്. എനിക്കെതിരെ 20 വർഷം ജയിലിൽ കിടക്കാവുന്ന 152 BNS. ഒരു ചലച്ചിത്ര സംവിധായകനെ ഉത്തർപ്രദേശിൽ അലി അക്ബർ എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര സംവിധായകനെ യോഗി ആദിത്യനാഥ് രാജ്യദ്രോഹ കേസിൽ കുടിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ 4 ദിവസം ചർച്ച നടത്തിയാനെ. അഖിൽമാരാർക്കെതിരെ രാജ്യദ്രോഹ കേസ് എടുത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നടന്നത്. എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു സുരേഷ് ഗോപിയെ വിളിച്ച് സഹായിക്കാനുണ്ടായിരുന്നു. കോടതിയിൽ കെട്ടിവെക്കേണ്ട പൈസയെങ്കിലും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചില്ല. അന്ന് കോൺഗ്രസ്സുകാർ പോലും ഉണ്ടായിരുന്നില്ല. രാജ്യദ്രോഹ കേസിൽ ഫോണിൽ വ്യക്തിബന്ധം ഉണ്ടായിരുന്ന സമയത്തും ഈ രണ്ടുപേരും പറഞ്ഞത് 5 ലക്ഷം രൂപ കോടതി കൊടുക്കാൻ, അത് അവരുടെ ആവശ്യമുണ്ടോ? എനിക്ക് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. രാജ്യദ്രോഹ കേസിൽ അഖിൽമാരാർക്ക് സുരേഷ് ഗോപി നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി പൂർണ്ണ സപ്പോർട്ട് കൊടുത്തു എന്നാ പറയുന്നത്. സുരേഷ് ഗോപി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ അനാവശ്യമായിട്ട് നോട്ട് ദ പോയിന്റ് തന്നെയാണ്. നിങ്ങളത് നോട്ട് ചെയ്യണം. കാരണം ഈ രാജ്യത്ത് കപട മതേതരത്വവാദവും കപട ദേശീയതയും നടക്കുന്ന ഒരൊറ്റ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. രാജ്യദ്രോഹ കേസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാത്രമായിരുന്നു. ഞാനും ആവർത്തിച്ച് പറയുന്നു, ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനും ഉണ്ടായിരുന്നില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടായിരുന്നില്ല, ഒരു മാധ്യമ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഒരുവനെ കള്ളക്കേസിൽ രാജ്യദ്രോഹ കേസ് പിണറായി വിജയന്റെ പോലീസ് എടുത്തപ്പോ സുരേഷ് ഗോപിയെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രതികരണം കേൾക്കാവോ? താങ്കൾ കേട്ടാണ്, താങ്കൾ അറിയാവുന്ന ആളാണ്. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നെക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനെടുത്ത ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മൾ സമയം കളയേണ്ട. രമേഷ് പിഷാരടി തെറ്റി. രമേഷ് പിഷാരടി അട്ടർ പറയാം. കാരണം എന്താണ്? രമേഷ് പിഷാരടി പറഞ്ഞത് 2-3 കൊല്ലം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വേണ്ട, 2 മാസം കൊണ്ട് അഖിൽ തെളിയിച്ചു. അനന്ത പ്രയാസം. അഖിലിനെ പോലെ ഇത് ചോദിച്ചു നന്നായി. പിഷാരടി ഇത് പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഇലക്ഷൻ സമയത്ത് പല ആൾക്കാരും ചോദ്യം, ഈ അഖിൽമാരാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താ യോഗ്യത? ഇത് ഒരാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സർക്കാസ്റ്റിക്കലി തിരിച്ചു ചോദിക്കുന്നു, എന്താണ് പിഷാർ? കാരണം സിനിമാ മേഖലയിൽ നിന്ന് വന്ന മറ്റൊരാളാണല്ലോ, എന്താണ് പിഷാരടിയുടെ യോഗ്യത? ഈ മറുചോദ്യത്തും എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ, അതായത് മാധ്യമങ്ങൾ അന്ന് ടൈറ്റിൽ കാർഡ് അടിച്ചിറക്കി, പിഷാരടിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താണ് യോഗ്യത അഖിൽമാരാർ? അപ്പൊ ഇദ്ദേഹത്തെ ഞാൻ പരിഹസിച്ചു എന്ന രീതിയിലാക്കി ഇദ്ദേഹത്തിന്റെ മുന്നിൽ പലരും അവതരിപ്പിക്കും. കാരണങ്ങൾ എന്തും ആയിക്കോട്ടെ, അഖിൽമാരാർ ഇന്നത്തെ അല്ല നാളത്തെ അല്ല മറ്റന്നാൾ 2 കൊല്ലം കഴിയട്ടെന്ന് പറഞ്ഞു 2 മാസം കഴിയുമ്പോൾ അഖിൽമാരാർ നിലപാട് മാറ്റാണ്. മഹാത്മാഗാന്ധി ഉൾപ്പെടെയാണ്. അഖിൽമാരൊന്ന് അടിച്ചു നോക്ക്. ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, മഹാത്മാഗാന്ധിയുടെ നിലപാടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, അഖിൽമാരാർ താൽക്കാലിക നേട്ടത്തിനും സീറ്റ് കിട്ടാനും വേണ്ടി അഖിൽമാരാർ കളിക്കുന്ന കളിയും ഗാന്ധിയെ തമ്മിൽ കമ്പയർ ചെയ്യലെ അശ്ലീലമാണ്. ഞാനൊരു കാര്യം ഗാന്ധിയെ കമ്പയർ ചെയ്യലെ അശ്ലീലമാണ്. ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് ഞാൻ എന്നെ ഗാന്ധിയായിട്ട് കമ്പയർ ചെയ്തില്ല, സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്തതാണ്. ഞാൻ എന്റെ നിലപാട് പറയാം. ഞാൻ പറഞ്ഞത് ഗാന്ധി തന്നെ ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്. അതായത് നിങ്ങൾ എന്നോട് ഒരിക്കൽ ചോദിച്ച ചോദ്യത്തിന് ഞാൻ അന്ന് നൽകിയ ഉത്തരം തന്നെ ആയിരിക്കില്ല ഞാൻ പിന്നീട് നൽകുന്നത്. കാരണം ആ നിലപാടുകൾ മാറും. പക്ഷെ ആ നിലപാട് സത്യത്തിനൊപ്പമാണോ? എന്റെ നിലപാട് സത്യത്തിനൊപ്പമാണോ എന്ന് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. പിന്നെ ഒരു ലോകത്തിന് ആർക്കായാലും ഒറ്റ നിലപാടുണ്ടാവും. കാര്യം നമ്മുടെ അച്ഛൻ, അമ്മ ചൂണ്ടിക്കാണിച്ചാളോ നമ്മുടെ അച്ഛൻ, അത് നമ്മൾ മാറ്റും. അമ്മ ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മതി. അമ്മ എന്ന് പറയുന്നു അന്ന് നീ മാറ്റി പറയും. DNA ടെസ്റ്റ് നടത്താൻ നിൽക്കുവോ? മംഗലശ്ശേരി മാധവമേനോൻ എന്റെ അച്ഛനാന്നും പറഞ്ഞു നീലകണ്ഠൻ ഇങ്ങനെ അഹങ്കരിക്കും. മോത്തോക്കി പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. പറയുന്നത് ഈ പരമമായ സത്യം എന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ, ആപേക്ഷികമല്ല. അത് സത്യങ്ങൾ ആപേക്ഷികമാകാം, പക്ഷേ സത്യം ചേർന്ന് നിൽക്കുന്നത് എന്തിനൊപ്പമാണെന്നുള്ള. ഞാൻ മത്സരിക്കാൻ ആഗ്രഹിച്ചത്, എനിക്ക് വേണമെങ്കിൽ ബിഗ് ബോസ് വിന്നറായി 50 ലക്ഷവും കാറും ഒരു ഇന്റർവ്യൂവിന് ഒരു ഉദ്ഘാടനത്തിന് 5 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് സുഖമായി ജീവിക്കാം. എനിക്ക് പിണറായി വിജയനെ പറയേണ്ട ഒരു കാര്യമില്ല. ഞാൻ പിണറായി വിരുദ്ധത അല്ല, സത്യം പറഞ്ഞതാ. ദുരിതാശ്വാസത്തിൽ എന്താ തട്ടിപ്പ് വന്നില്ലേ? അഖിൽമാരാർ എന്താണ് രാഷ്ട്രീയത്തിൽ മാത്രമല്ലേ, ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ ലുലു മുണ്ട് പോയി കാണിക്കുന്നതാണ് എന്ന് അഖിൽമാരാർ പറയുകയും അവസരം കിട്ടുമ്പോൾ നേരെ ബിഗ് ബോസിലേക്ക് പോവുകയും ചെയ്യും. അഖിൽമാരാർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കിട്ടാതാകുമ്പോൾ നേരെ NDA ഫോൾഡിലേക്ക് പോവുകയും ചെയ്യും. ഇതിനെ പക്കാ നിലപാട് മാറ്റം എന്നാ പറയുന്നത്. ഗാന്ധിയോട് കമ്പയർ ചെയ്യല്ലേ, മോശമാണ് ഗാന്ധിക്ക്. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നിട്ട് ഒരു 5 കള്ളത്തരം ജനത്തെ പറ്റിച്ചു.
ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുത്തനെയും പറ്റിച്ചിട്ടില്ല. ഞാൻ ബിഗ് ബോസിൽ പോയാലും പോയില്ലെങ്കിലും അത് എന്നെയും എന്റെ കുടുംബത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ കോൺഗ്രസ്സുകാരുടെ പുറകെ ഒന്നും എനിക്ക് സീറ്റിന് വേണം നടന്നിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്കുമായി അനുകൂലമായി എനിക്ക് ഒരുപാട് ആൾക്കാരുടെ ഇഷ്ടം വന്നപ്പോ കോൺഗ്രസ് അത് മുതലാക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ ഒരിക്കൽ എന്നെ തള്ളിപ്പറഞ്ഞ പ്രസ്ഥാനം ഇതേ കൊടുക്കുന്നത് സുരേഷ് 50,000 രൂപ വെച്ച് തന്നെ 3 പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പരിപാടിക്കും ഫ്രീ ആയിട്ടും പോയിട്ടില്ല. എല്ലാ പരിപാടിക്കും പറഞ്ഞ പൈസ നൽകി ഇവർ എന്നെ വിളിച്ച് എന്തിനാ? ഇവർക്ക് വേണ്ടിയിട്ടാ, എനിക്ക് വേണ്ടിയിട്ടല്ല. എന്റെ ഒപ്പം അന്ന് ജനങ്ങളുണ്ടെന്നും എന്റെ അഭിപ്രായങ്ങൾ ശരിയാണെന്ന് ജനത്തിന് ബോധ്യം ഉണ്ടായതുകൊണ്ടും ആ ജനങ്ങളെ ഞങ്ങൾക്ക് വേണമെന്ന് കരുതി കോൺഗ്രസ് പല വേദികളിലും വിളിച്ചു. അവർ എനിക്ക് ഇന്ത്യ എന്നല്ല, ഞാൻ എവിടെയും പോകും. കാരണം എന്റെ ലക്ഷ്യം നിലപാടെന്ന് വെച്ചാൽ നിലപാട് ജനങ്ങളെ രക്ഷിക്കാൻ. എന്റെ നിലപാട് എന്റെ നാട്ടിൽ എന്റെ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതാണ് നിലപാട്. ആ നിലപാടിന് ആരെന്നെ സഹായിക്കുന്നോ അവരോടൊപ്പം നിൽക്കുക. അവിടെ എന്നെ ആകെ തടയുന്നൊരു ഘടകം BJP-ക്കാർ എനിക്ക് കൊട്ടാരക്കര സീറ്റ് തരുന്നില്ല. അവർക്കൊരു തടസ്സമൊന്നുമില്ല. പക്ഷെ അത് എനിക്ക് തടസ്സമാണ്. കാര്യം ഞാൻ BJP-യുടെ എല്ലാത്തിനും ന്യായീകരിക്കാം. ഒരു വർഗീയത പറഞ്ഞാൽ എനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഉത്തരേന്ത്യയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരുത്തം പറയുന്ന ഹിന്ദു മുസ്ലിം മതവിദ്വേഷം എനിക്ക് ഇവിടുന്ന് ന്യായീകരിക്കാൻ പറ്റില്ല. കാര്യം അത് അടിസ്ഥാനപരമായി പറ്റാത്തോണ്ടാണ്. കേരളത്തിൽ വർക്കൗട്ട് ആവുന്നുണ്ടോ? ഒരിക്കലുമല്ല. അങ്ങനാണെന്നുണ്ടെങ്കിൽ ഞാൻ 3 വർഷം കൊണ്ട് സംഖ്യ വിളിയാക്കേണ്ടിരിക്കുന്നത്. എന്താ കാര്യം? സവർക്കറെ പിന്തുണച്ചു, എമ്പുരാൻ വിഷയത്തിൽ പൃഥ്വിരാജിനെ തള്ളി പറഞ്ഞു, സുരേഷ് ഗോപി ജയിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞു. കോൺഗ്രസ്സുകാരനാണോ ഇത് പറയുന്നത്? കോൺഗ്രസ്സുകാർ ഇത് പറയൂ. അഖിൽമാരാർ രാമക്ഷേത്രത്തിൽ പോവില്ല എന്ന് നിലപാട് സ്വീകരിച്ചു. എന്നിട്ട് സവർക്കറെ പ്രൊമോട്ട് ചെയ്യും. സവർക്കർ എനിക്ക് എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തുകൂടാ? സവർക്കർ ഈ രാജ്യത്ത് ചെയ്ത ദ്രോഹം എന്താ? അല്ല, വലിയ ചർച്ച നടക്കുന്നത് സവർക്കർ ഈ രാജ്യത്ത് ചെയ്ത ദ്രോഹം എന്താ? അഖിൽമാരാർ സവർക്കർ പ്രൊമോട്ട് ചെയ്ത് എങ്ങനെയാണ്? എനിക്ക് സവർക്കർ എന്ന് എനിക്ക് മഹാത്മാഗാന്ധിയെക്കാട്ടും ഇഷ്ടമാണ് സുഭാഷ് ചന്ദ്രബോസിനെ. എനിക്ക് ഗാന്ധിയോടൊന്നും ഒരു ആരാധനയില്ല. ഗാന്ധിവധത്തിൽ പ്രതിചേർക്കപ്പെട്ട നിയമത്തിന്റെ പഴുതിൽ രക്ഷപ്പെട്ടു പോയ മുടിയനായ പുത്രൻ തിരികെ വന്നാൽ ബ്രിട്ടീഷുകാരെ അങ്ങയുടെ പൈതൃകവാദാനല്ല എനിക്ക് എന്താണ് വഴി എന്ന് പറഞ്ഞ് ദാസ്യത്തിന്റെ ഭാഷയിൽ മാപ്പ് എഴുതി കൊടുത്ത സവർക്കർ പ്രൊമോട്ട് ചെയ്യും. അതേസമയം രാമക്ഷേത്രത്തിൽ പോവില്ല. എന്നിട്ട് ബ്രിട്ടീഷുകാർ എന്തോ എന്നിട്ട് രാമക്ഷേത്രത്തിൽ പോവില്ല. ഞാൻ ഇത് രണ്ടിന്റെ ഉത്തരം പറഞ്ഞുതരാം. രാമക്ഷേത്രത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞത്, ഒന്ന്, എനിക്ക് ശ്രീരാമനോട് വലിയ ആരാധനയുള്ള ഒരു ഹിന്ദു ഭക്തനല്ല ഞാൻ. അത് പറ. ഒന്ന്. ഇനി 2, ഒരിക്കൽ അവിടെ ഒരു മുറിവേറ്റ പ്രദേശം, അതായത് ബാബറി മസ്ജിദായിട്ട് നിന്നൊരു പ്രദേശത്ത്, മുസ്ലിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് ഒരു ക്ഷേത്രം ഉയർത്തി വെച്ചിട്ട് നിന്റെയൊക്കെ പൊളിഞ്ഞ പള്ളിയിൽ ഞങ്ങളുടെ ക്ഷേത്രം ഇതാ നിൽക്കുന്നു, നീ വന്ന് പ്രൊമോട്ട് ചെയ്യ എന്ന് പറഞ്ഞ് ആ ക്ഷേത്രത്തെ പ്രൊമോട്ട് ചെയ്യാം. എനിക്ക് അക്ഷതം കൊണ്ട് തന്നതാണെന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് രാമക്ഷേത്രം എനിക്ക് അക്ഷതം കൊണ്ട് തന്നതാണെന്ന് എന്റെ മതത്തെയും എന്റെ സംസ്കാരത്തെയും എന്റെ രാജ്യത്തിനെയും എതിരെ വരുന്ന ഒരു കാര്യത്തെ ഞാൻ ഡിഫെൻഡ് ചെയ്താൽ എന്നെ ആ നിമിഷം പിടിച്ച് സംഖ്യയാക്കുക. ഞാൻ സവർക്കറെ ന്യായീകരിക്കുമ്പോൾ എനിക്ക് കൃത്യമായ റീസൺ ഉണ്ട്. ഹാഷ്മി പറഞ്ഞു മാപ്പ് കൊടുത്തവൻ എന്തിനാണെന്നേ ഈ വീട്ടുതടങ്കലിലും ജയിലുമായിട്ട് 50 വർഷം കിടന്നത്. എവിടെ കിടന്നു പിന്നെ താരക കച്ചവടം കൊടുക്കും. ഞാനാണെങ്കിലും കൊടുക്കുമല്ലോ. 50 മാപ്പ് എഴുതി കൊടുക്കില്ല. എന്റെ 50 ഞാനൊന്ന് പറഞ്ഞോട്ടെ, 500 മാപ്പ് ഞാൻ എഴുതി കൊടുക്കും. എനിക്ക് ഇത് ഞാൻ മറുപടി പറയാൻ കേൾക്കാൻ ധൈര്യമുണ്ടോ? മറുപടി പറയാൻ ഇവിടുത്തെ ഏത് മാസം 60 രൂപ കാലയാപനം കഴിക്കാൻ കൈപറ്റി സവർക്കർ. കമ്മ്യൂണിസ്റ്റാർ എന്താ ചെയ്ത്? ഈ ഇത്രയും ചെയ്തവനെ എന്താ ബ്രിട്ടീഷുകാരെ വിട്ടത്? അതിന്റെ ഉത്തരവ് എന്തോ ചെയ്ത്? ഒന്നും ചെയ്തില്ല. ഒരാള് മാപ്പ് പറഞ്ഞു. സാധാരണ ഹാഷ്മി എടുത്ത ഒരാൾ മാപ്പ് പറഞ്ഞ ഹാഷ്മി എന്തോ അവന്റെ നടുമുറിക്ക് പിന്നെ ഇടിക്കൂ, അവനെ പിന്നെ പിടിച്ച് ജയിലിടാൻ പറയൂ. എടാ ഇയാളെ പിന്നെന്താന്ന് പുറത്തിറങ്ങാതെ ഇട്ടിരുന്നത്? ആനുകൂല്യങ്ങൾ കൈപ്പറ്റി എന്താ ആനുകൂല്യം? വീട്ടു തടങ്കലിൽ കിടക്കുന്നു. ജീവിക്കാനുള്ള പൈസ ഒരു മനുഷ്യന്റെ 50 വർഷക്കാലം തടങ്കലിൽ കിടക്കണം. സവർക്കറെ ന്യായീകരിക്കാൻ ബ്രിട്ടീഷുകാരെ വലിയ ഉദാരമതികളായിട്ട് നമ്മൾ ട്രേസ് ചെയ്യണോ എന്നുള്ള ചോദ്യം? ഇല്ലല്ല, ഞാൻ ചോദിച്ചത് സാറേ വളരെ സിമ്പിൾ ചോദ്യം. ഞാൻ എന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ സ്വാതന്ത്ര്യ സമരകാലം ഞാൻ ബ്രിട്ടനെതിരെ പോരാടി, എന്നെ പിടിച്ച് ജയിലിലിട്ടു. എന്നെ 3 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് ഒരാൾ എന്ന് പറയുക, എടാ ഇതിനകത്ത് കിടന്ന് നശിക്കാതെ നീ ഇറങ്ങി വാ, അവന്മാർക്ക് മാപ്പോ കോപ്പോ എന്താന്ന് വെച്ചാൽ എഴുതി കൊടുക്ക്. ഇത് ഞാൻ കൊടുത്തിട്ട് ഇറങ്ങി വരാൻ നോക്കും. കാരണം എന്റെ ലക്ഷ്യം അകത്ത് കിടന്ന് നശിക്കാന്നുള്ളതല്ല. അതായത് ഭഗത് സിംഗ് മാപ്പ് പറയുന്നത് പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് ഇൻകുലാബ് വിളിച്ച് കഴിമരം കയറിയ ആളാ ഭഗത് സിംഗ്. ആ ഭഗത് സിംഗ് തൂക്കി കൊന്നതാ. അങ്ങനെ നട്ടലുള്ള ഭഗത് സിംഗിനെ ആരാധിക്കുന്ന താങ്കൾക്ക് ദാസ്യമായി നിന്നുകൊണ്ട് എന്താണ് ഈ പറഞ്ഞ മാപ്പ് പറഞ്ഞ സവർക്കർ എങ്ങനെ അനുഭവിക്കാൻ പറ്റുക? അയ്യേ എന്റെ പൊന്ന് ഹാഷ്മി, മാപ്പ് 2 രീതി പറയാം. സ്വയം തെറ്റ് മാപ്പേ ഉള്ളൂ. മാപ്പൊന്നേ ഉള്ളൂ. ആര് പറഞ്ഞു? അപ്പോളജി. ഇപ്പൊ ഹാഷ്മിയുടെ ഭാഗത്തുനിന്ന് ഒരു പെൺകുട്ടിയോട് ഹാഷ്മി മോശമായി പെരുമാറി, ഹാഷ്മി മാപ്പ് പറഞ്ഞ ഹാഷ്മി അങ്ങ് മോശക്കാരനാവൂ? അങ്ങനെയല്ലോ ഇത്. ഞാൻ ചോദിച്ചത് മാപ്പ് എന്ന് പറയുന്ന വാക്ക് എന്താ? ഈ വിഷയം അങ്ങനെയാണോ? എന്തു ചോദിച്ചാൽ രാജ്യത്തെ മാപ്പ് കൊടുത്തു. നമ്മുടെ
അയാൾ മാപ്പ് കൊടുത്തു. അയാൾ മാപ്പ് കൊടുത്തു. സവർക്കർ പറയുകയാണ്, എന്നെ പുറത്തു വിട്ടാൽ ഞാൻ നിങ്ങളുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നിന്നു എന്നുള്ളതാണ്. 60 രൂപ വാങ്ങി മാസം. നിന്നാൽ അവൻ ബ്രിട്ടന്റെ കൂടിയിരിക്കുമെന്ന്. അതാ ഞാൻ പറഞ്ഞത്. അവനെ പിടിച്ച് ആത്തരത്തിൽ. അതാ ഞാൻ പറഞ്ഞത്. 60 രൂപ മാസം വാങ്ങി ജീവിക്കാൻ അതിൽ നാണക്കേടുണ്ടോ? അങ്ങനെ നിന്നവര് വിനീതദാസരായി നിന്നവർ ഇവിടെ പിന്നീട് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഭാരവാഹിത്വത്തിൽ വന്നിട്ടുണ്ടെന്ന് അയാൾ ആശയം ന്യായീകരിക്കാൻ വേണ്ടി ഏതളവിൽ തരം താഴല്ലേ? സവർക്കറെ ന്യായീകരിക്കും. സവർക്കർ ആരാധന താങ്കൾ? എനിക്ക് ഇച്ചിരി എനിക്ക് ഇതറിയാം. എനിക്കിത് അറിയാം. എനിക്കിത് അറിയാം ഹാഷ്മി. എന്താ അറിയാവോ, ഈ കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ട് പടവെട്ടി പോരാ. ദേശസ്നേഹം എന്ന് പറയരുത്. പിന്നെ ഒരു മിനിറ്റ് ഞാൻ താങ്കൾ ഗാന്ധി വിരുദ്ധനാണ്. സവർക്കർ ആരാധന. ഞാൻ ഇത് പറഞ്ഞോട്ടെ. ഗോഡ്സെ ആരാധന പറഞ്ഞിട്ടില്ല. അല്ല പറഞ്ഞോളൂ. ഞാൻ സവർക്കറെ ആരാധിക്കാൻ പോയിന്റ് ബൈ പോയിന്റാ പറഞ്ഞത്. ഈ ഇന്ത്യ മഹാരാജ്യം ആദ്യമായിട്ട് ബ്രിട്ടന്റെ ഉൽപ്പന്നങ്ങൾ ബാലഗംഗാധര തിലകന്റെ ആഹ്വാനത്തെ ആദ്യമായിട്ട് ബ്രിട്ടന്റെ ഉൽപ്പന്നങ്ങൾ എടുത്ത് ബഹിഷ്കരിച്ചു. യഥാർത്ഥ 2020 പ്രശ്നം എന്താണ്? ഞാൻ 2020 പോകാനുണ്ടായ കാരണം, കൊട്ടാരക്കരയിൽ എന്നെ മത്സരിപ്പിക്കണം എന്നുള്ളത്, ഞാനത് ഈ വോയിസ് റെക്കോർഡ് ഞാൻ പുറത്തു വിടുന്നില്ല. എനിക്ക് വേണമെങ്കിൽ രമേശ് ജി എന്നോട് പറഞ്ഞതും മറ്റുള്ളവർ എന്നോട് പറഞ്ഞതും നിരന്തരം എന്നോട് കോൺഗ്രസിലെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞിരുന്നതൊക്കെ പറയാം. ഞാൻ കൊട്ടാരക്കരയിൽ നിൽക്കുന്ന സമയം മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ കൊടിക്കുന്നിൽ എനിക്കിട്ട് ചെക്ക് വെക്കാറാം. കൊടിക്കുന്നിൽ മത്സരിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത് പുള്ളിയുടെ സെക്രട്ടറിയെ മറ്റുമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പേരും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അഖിൽ മാരാർ എന്ന് പറയുന്ന 4 പേർ അറിയുന്ന കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് പ്രിയപ്പെട്ട ഒരു ചെറിയ സെലിബ്രിറ്റിയെ കൊട്ടാരക്കരയിൽ വേരോട്ടമുള്ള, ഒരിക്കൽ സ്വന്തമായി മത്സരിച്ച, കോൺഗ്രസ് പാരമ്പര്യമുള്ള, അല്ലെ കോൺഗ്രസ് പാരമ്പര്യം ഞാൻ പറയുന്നത് കോൺഗ്രസിലെ ഭാരവാഹിത്വം ഉണ്ടായിരുന്ന ഒരാളെ നമ്മൾ അവിടേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെ വെട്ടണമെന്ന് കണ്ടപ്പോഴാണ് 4 വർഷമായിട്ട് രാഷ്ട്രീയ രംഗത്തെ ഇല്ലാതിരുന്ന ഐഷ പോറ്റിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്നോട് മറ്റു പല സീറ്റുകളെ കുറിച്ച് ആലോചിക്കാൻ പറയുന്നു. ഏത് മണ്ഡലമാണ് അഖിലിനെ പറ്റിയൊരു ഓപ്പണിംഗ് എന്ന് നോക്കിയിട്ട് ഞാൻ പറയാം എന്ന് വി ഡി സതീശൻ അന്ന് എന്നോട് പറയുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും കൊടുക്കുന്ന സുരേഷ് എനിക്ക് ടാപ്പ് വെച്ചല്ലേ, സ്വതന്ത്രനായി കൊട്ടാരക്കര മത്സരിക്കാം. അപ്പൊ ഇത് ആരോടും പറയുന്നില്ല, എന്റെ വളരെ ക്ലോസ് സർക്കിൾ മാത്രം ഞാൻ ചിരിക്കുന്നു. സ്വതന്ത്രനായി കൊട്ടാരക്കര മത്സരിച്ചാൽ എനിക്കൊരു 10,000 വോട്ട് പിടിക്കാൻ പറ്റും. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഈ NDAയുടെ ഒരു ഹൈ സ്റ്റേക്ക് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടീം, ഇയാൾ നിരന്തരം എൻ്റെ മാനേജറെ ബന്ധപ്പെടുന്നുണ്ട് എന്നെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ ഇങ്ങനെ അയാളെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഫെബ്രുവരി 5-ാം തീയതിയാണ് രമേശ് ചെന്നിത്തല അവസാനം എന്നെ വിളിക്കുന്നത്. അതായത് ഫെബ്രുവരി 6-ാം തീയതിയാണ് വി ഡി സതീശന്റെ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നത്. ഇതിന് തലേ ദിവസം ഞാൻ ജമാഅത്ത് ഇസ്ലാമി വിഷയത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് NSSനെയും SNDPയും ഒക്കെ തള്ളിപ്പറയുന്ന പ്രതിപക്ഷ നേതാവ് മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ കൂടി തള്ളിപ്പറയേണ്ടിയിരിക്കുന്നു. ഈ വിഷയം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇദ്ദേഹത്തിനുമായിട്ട് വേണ്ടപ്പെട്ട ആൾക്കാർ പറയുന്നു. അപ്പം നീ എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പോയതെന്ന് സന്ദീപ് വാര്യർ ആ സമയത്ത് എന്നെ വിളിച്ച് ചോദിക്കുന്നു. അത് പ്രതിപക്ഷ നേതാവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ സംസാരിക്കാം. അപ്പോൾ സന്ദീപ് എന്നോട് പറയുന്നുണ്ട്, അഖിൽ എങ്ങ് മാറിപ്പോകരുത്, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പരിഗണന നിനക്കുണ്ടാവും, നീ അങ്ങനെ മാറരുതെന്നൊക്കെ പറയുന്ന സമയത്താണ് ഞാൻ ഇങ്ങനൊരു സൂചന പറയുന്നു. ഞാൻ ആദ്യം ഏതാണെന്ന് വെച്ചാൽ ഇത് 1.5 വർഷം മുന്നേ RSS നേതാക്കന്മാരെടുത്തും സുരേഷ് ഗോപി എടുത്ത് ഞാൻ പറഞ്ഞതാണ്, സ്വതന്ത്രനായി കൊട്ടാരക്കരയിൽ മത്സരിച്ചാൽ BJP എന്നെ പിന്തുണയ്ക്കുമോ, BJPക്ക് ഒരു പൊതു സ്വതന്ത്ര കാഴ്ചപ്പാടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ സുരേഷ് ഏട്ടൻ പറഞ്ഞു, വൈ ഡോണ്ട് യു കം ടു ലോട്ടസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതേ ഓപ്ഷനാണ് എന്റെ മുന്നിലേക്ക് എത്തുന്നത്. BJPയുടെ വോട്ടോട് കൂടിയ ഒരു പൊതു സ്വതന്ത്രൻ അവിടെ 2020 എന്നോട് പറയുമ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ആകെ ചോദിക്കുന്നത്, നിങ്ങൾ എനിക്ക് സീറ്റ്, കൊട്ടാരക്കര സീറ്റ് നിങ്ങൾക്ക് കിട്ടുമോ? എൻ്റെ അടുത്ത് ഫെബ്രുവരി 11-ാം തീയതി ഡൽഹിയിൽ വെച്ചിട്ട് സാബു ജേക്കബ് അമിത്ഷായുടെ ഓഫീസിൽ നിൽക്കുകയാണെന്നും അഖിൽ മാരാർ കൺഫർമേഷൻ പറഞ്ഞെങ്കിൽ മാത്രമേ ആ സീറ്റ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അല്ലാതെ ആളില്ലല്ലോ. അപ്പൊ അങ്ങനെ കൺഫർമേഷൻ കൊടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പ്രശ്നം എന്തായിരുന്നു? അത് കഴിഞ്ഞു. നമ്മള് കൊട്ടാരക്കര സീറ്റ് ഇല്ല, അതും ഞാൻ കൊട്ടാരക്കര ഞാൻ വരരുതെന്ന് ചിലർ ആഗ്രഹിച്ചതുകൊണ്ടാണ്, എനിക്കറിയില്ല. എന്തായാലും കൊട്ടാരക്കര സീറ്റ് നമുക്ക് ലഭിച്ചില്ല. പകരം തൃപ്പൂണിത്തറ സീറ്റിലേക്ക് ഒരു ചർച്ച പോയപ്പോൾ തൃപ്പൂണിത്തറ സീറ്റ് 2020 വിട്ടുകൊടുക്കുന്നതിൽ BJP ആദ്യം തയ്യാറായിരുന്നില്ല. കാര്യം അവരുടെ നഗരസഭ ഭരിക്കുന്ന സീറ്റാണ്. ഞാൻ RSS നേതാക്കന്മാരെയും BJPയുടെ നേതാക്കന്മാരെയും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ കണ്ട് ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് പറ്റിയൊരു വലിയ ചതിയാണ്. കാരണം ഞാൻ ഈ ഒരു സ്വതന്ത്ര പരിവേഷത്തിൽ കൊട്ടാരക്കര മത്സരിക്കാനുണ്ടായിരുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇല്ലാതായത്. അപ്പോൾ നിങ്ങൾ എനിക്ക് ഒന്നുകിൽ തൃപ്പൂണിത്തറ സീറ്റ് തരണം. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഈ സീറ്റ് 2020 അവർ വിട്ടുകൊടുക്കുന്നു. പക്ഷേ മാർച്ച് 15-ാം തീയതി എന്നോട് പറയുന്നു, തൃക്കാക്കര എന്ന് പറയുന്നു. ഞാൻ വലിയ വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കി എന്ന് വെച്ചാൽ ഇമോഷണലി വലിയ രീതിയിൽ ബ്രേക്ക്ഔട്ടായി. അതിനാണ് സാബു ജേക്കബ് പറഞ്ഞത് ഞാൻ കരഞ്ഞെന്നും പിടിച്ചെന്നും ഒക്കെ. ആക്ച്വലി കാരണം ഒരു ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന് നശിപ്പിച്ച് ഇല്ലാതാക്കിയിട്ട് എന്നാ പിന്നെ തെരഞ്ഞെടുപ്പ്. ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു മുന്നണി രാഷ്ട്രീയമാകുമ്പോൾ 2020 അതിന് അതിന്റേതായ രീതിയിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല. ശരിയാണ്. രാജീവ് ചന്ദ്രശേഖറാണ് ഉറപ്പ് തന്നത്. ഞാൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. ശരിയാണ് എന്ന് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ സാഹചര്യം മാറാൻ ഒരൊറ്റ ദിവസം പോലും വേണ്ട, ഏതാണ്ട് മണിക്കൂർ ചില സാഹചര്യം. അതും ഇപ്പോഴുള്ള പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുന്നണി രാഷ്ട്രീയത്തിൽ 2020ക്കും ഇനി ഈവൻ
രാജീവ് ചന്ദ്രശേഖരനും വരെ ചില പരിമിതികൾ ഓഫ് കോഴ്സ് ആയതുകൊണ്ട് കൊട്ടാരക്കരയ്ക്ക് വേണ്ടി അഖിലിനെ എടുത്തു. അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നടക്കുന്നില്ല. അത് സാബു ജേക്കബ് പരിശ്രമിക്കാഞ്ഞിട്ടല്ല, പരിശ്രമിക്കുന്നുണ്ട്. ചില പ്രത്യേക സാഹചര്യം നടക്കുന്നില്ല, ചില പ്രശ്നങ്ങൾ അത് നടക്കുന്നില്ല. ഓക്കെ, തൃപ്പൂണിത്തുറ ഇല്ലെങ്കിൽ തൃക്കാക്കര എന്ന് പറയുമ്പോഴേക്കും സാബു ജേക്കബ് പറയുന്നുണ്ട് അഖിലിനോട് തൃക്കാക്കര മത്സരിക്കാൻ തയ്യാറില്ലെങ്കിൽ അഖിൽ മത്സരിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ മത്സരിക്കാൻ വിട്ടുപോകൂടെ? രണ്ട് പ്രശ്നമുണ്ട് അവിടെ. എന്താണ്? ഒന്നെന്ന് പറയുന്നത് NDAയിൽ ചേർന്നു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അതിഭീകരമായ സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കുകളും അതിഭീകരമായ വിധം നടക്കുന്നു. അതാണല്ലോ കേരളത്തിന്റെ മതേതരത്വം. അതെ. അപ്പോ ആ മതേതരത്വത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ല, മതേതരത്വം എന്ന വാക്കിനോട് പുച്ഛമില്ല. കപട മതേതരത്വം കാണിക്കുന്ന മനുഷ്യരോട് യഥാർത്ഥ വർഗീയവാദികളായി ഇരുന്നു കൊണ്ട് മതേതരത്വം പറയുകയും മതേതരവാദികളെ വർഗീയവാദികളാക്കുകയും ചെയ്യുന്നിടത്താണ് വിഷയം. കയ്യും കാലം കെട്ടിയിട്ട് വായിൽ തുണി തിരികെ അഖിൽ തൃക്കാക്കര മത്സരിക്കുക. അല്ല, അങ്ങനെ അഖിലില്ലല്ലോ. ഞാൻ പറഞ്ഞു അഖിൽ മത്സരിച്ചിൽ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു? ഞാൻ പറഞ്ഞുതരാം. മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന ഹാഷ്മിയെ വിളിച്ചിട്ട് 5 ലക്ഷം രൂപ ശമ്പളം തരാന്ന് പറഞ്ഞ് 24 കൊണ്ടുവന്നിട്ടുണ്ട്. കുനിച്ചിരുത്തി കൂമ്പിനി ഇതിനകത്ത് ഇട്ടേക്കുക. ഒരു പ്രൊഫഷൻ പോലെയാണ് അപ്പോ അഖിൽ കാണുന്ന രാഷ്ട്രീയം. എനിക്ക് പ്രൊഫഷനാണ്. പിന്നല്ലാതെ എന്താ, ഒരു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള വരുമാനം കിട്ടാത്ത മനസ്സിന് സന്തോഷം പാവപ്പെട്ടവന് വേണ്ടി. അതായത് മാതൃഭൂമിയിൽ ഞാൻ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന പോലെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന അഖിലിന്റെ രാഷ്ട്രീയം. എനിക്ക് വരുമാനം, ഞാൻ ഇലക്ഷൻ കമ്മീഷനിൽ മത്സരിച്ച സമയത്ത് കൊടുത്തത് എന്റെ ആസ്തി 3 കോടി വർഷങ്ങൾ കൊണ്ട് സിനിമാ മേഖലയിൽ നിന്ന് പിഷാരടി പോലും കൊടുത്തിട്ടില്ല. എനിക്ക് ഒരിക്കലും ഒളിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ബിഗ് ബോസിൽ പോയിട്ട് ഉണ്ടാക്കിയത് കൃത്യമായി കാണിച്ചു. ഗോവേട്ട, ഞാനേ 1-2 കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ ഒന്ന് പറയുകയാണ്. മറ്റൊന്നുമല്ല, ഇപ്പം ഞാൻ ഈ 2020 ചേർന്നത് എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഏറ്റവും വിഡ്ഢിത്തരപൂർണമായ തീരുമാനമായിരുന്നു എന്നതാണ് എൻ്റെ അനുഭവവും ചുറ്റുപാടുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന പരമമായ യാഥാർത്ഥ്യം. അത് എൻ്റെ തീരുമാനം തെറ്റിയതായിരുന്നില്ല, മറിച്ച് കൊട്ടാരക്കര മത്സരിക്കാമായിരുന്നൊരു സാഹചര്യം നഷ്ടപ്പെട്ടതോടുകൂടി ഒരു ഭാവി സാധ്യത പോലും രാഷ്ട്രീയപരമായിട്ട് അടഞ്ഞു പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടായത്. സാധാരണ നമ്മളെയൊക്കെ കണക്ക് ഒരാളെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായ അക്കോമഡേഷൻ ചെയ്തിട്ടാണ് വിളിക്കുന്നത്. ഇപ്പം ഇതിപ്പം ഇതിൽ അക്കോമഡേഷൻ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഞാൻ എന്ത് കാരണം കൊണ്ടാണോ ഇതിൽ വന്നത് അതുപോലും ചെയ്തു തരാൻ പറ്റാതെ ഇപ്പം തൃപ്പൂണിത്തുറ സീറ്റ് എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ ഞാൻ ഒരു പ്രോഗ്രാമിലുണ്ടായിരുന്നു. നമ്മുടെ ഇദ്ദേഹം ഞാൻ പേര് വന്നു, പി രാജീവിന്റെ കൂടെ നമ്മുടെ പഴയ IPS ഓഫീസർ ഉണ്ടായിരുന്നു. പണ്ട് ശബരിമല വിഷയത്തിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സുന്ദരകുട്ടപ്പൻ IPS ഓഫീസർ പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അവരുൾപ്പെടെ സകല ആൾക്കാരും എന്നോട് ചോദിക്കാൻ ചോദ്യം, ശരി അഖിലെ NDA പോയി, എന്തുകൊണ്ട് അഖിലിന് തൃപ്പൂണിത്തുറ സീറ്റ് തന്നില്ല? എനിക്ക് ഇതുപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് നടന്നത്, എന്താണ് സംഭവിച്ചത്, ഇതൊന്നും നമുക്ക് ആരുടെ ഇതിന്റെ എൻഡില് ഒരു 30 സെക്കൻഡില് ഞാൻ പറയുന്നു. അതായത് 2020 സർവൈവ് ചെയ്യണമെങ്കിൽ BJPയോട് നിങ്ങൾ ബോർഡോ കാര്യങ്ങളോ ചോദിക്കണം. അങ്ങനെയല്ല പറയുന്നത്. അഖിൽ അതിൽ ആദ്യ ഓഡിയോ ക്ലിപ്പിൽ അഖിൽ ഉണ്ടാകുന്ന പരമമായ നഷ്ടങ്ങൾ, വരുമാന നഷ്ടങ്ങളെ പറ്റി പറയാണ്. വരുമാന നഷ്ടങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ അക്കോമഡേഷനെ പറ്റി പറഞ്ഞത് എന്താണ്? അക്കോമഡേഷൻ അത് നിങ്ങളെന്താ ഞാൻ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്? സാധാരണ 2020 പോലത്തെ ഒരു ചെറിയ പാർട്ടിയിൽ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാ അല്ലേ? അയാൾ ആ പാർട്ടി വിടുമ്പോഴാണ് എതിരഭിപ്രായങ്ങൾ വരുന്നത്. അഖിൽമാരാരെ സൃഷ്ടിച്ചത് രാഷ്ട്രീയ പാർട്ടിയല്ല. അക്കോമഡേഷൻ എന്താണ്? ഞാൻ പറഞ്ഞോട്ടെ, എന്റെ സ്വന്തം അധ്വാനം കൊണ്ട് ഞാൻ നേടിയെടുത്ത പൊസിഷനാണ് നമ്മളെ വിളിക്കുന്നത്. അല്ലാതെ എനിക്ക് വേണ്ടി കുറെ അണികൾ കഷ്ടപ്പെട്ട് ഞാൻ നേതാവായ ആളല്ല. അതിൽ തർക്കമില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയിലോ അഖിൽമാരെ പോകുമ്പോൾ അഖിൽമാരെ ഡിമാൻഡ് ചെയ്യുന്ന അക്കോമഡേഷൻ, വാട്ട് ഈസ് ദാറ്റ് അക്കോമഡേഷൻ? അങ്ങനെ അക്കോമഡേഷൻ ചെയ്തെങ്കിൽ എന്താണ് അക്കോമഡേഷൻ? ഞാൻ പറഞ്ഞ എന്റെ ഹാഷ്മി, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ അത് പറഞ്ഞത് എന്താ നിങ്ങൾ കേട്ടിട്ട് പോലും നിങ്ങൾ മനസ്സിലാവുന്ന വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ ഒരാൾ വരുന്നത് പല അക്കോമഡേഷനും ചോദിച്ചിട്ടാ. ഞാനതൊന്നും ചോദിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു സീറ്റ് ചോദിച്ചത് തന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം 2020 ഞാനത് ചോദിച്ചില്ല എന്നും അഖില എവിടെയും പറയുന്നില്ല. ഞാനത് ആ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനോട് ഇത് ഞാൻ സാധാരണഗതിയിൽ വരുന്നവർക്ക് അക്കോമഡേഷൻ കൊടുക്കാറുണ്ട്. അഖിൽ അക്കോമഡേഷൻ കിട്ടിയില്ല. രണ്ടാമത്തെ ക്ലിപ്പിൽ അതായത് 2020 വരുന്നതോട് അഖിലിന്റെ സകലമാന വരുമാനങ്ങൾ നഷ്ടമാകുന്നു, അഖിലിന്റെ നിലനിൽ പ്രശ്നമാകുന്നു. രണ്ടാമത് പറയുന്നതാണ് നമ്മൾ ബോർഡ് കോർപ്പറേറ്റ് ചോദിച്ചു വാങ്ങണം. അത് ഈ സാബു ജേക്കബിനോട് ചോദിക്കുന്നതല്ല, അത് അഖിലിനോട് ചോദിക്കുന്ന. ആരെ പറ്റിക്കുക? നമ്മളെന്ന് പറഞ്ഞാൽ എനിക്കെന്നങ്ങ് പറഞ്ഞാൽ പോരെ? ഞാൻ ചോദിക്കട്ടെ, 24 ഒരു പർട്ടിക്കുലർ കാര്യത്തിന് അവകാശപ്പെടുന്നതിന് ഹാഷ്മിക്ക് നമ്മളെന്ന് ഉപയോഗിക്കാം. ഹാഷ്മിക്ക് വേണ്ടി ഹാഷ്മി നമ്മളെന്ന് ഉപയോഗിക്കാം. അഖിൽമാരാർ ഫസ്റ്റ് ക്ലിപ്പിൽ പറയുന്നത് അഖിലിന് കിട്ടാതെ പോയ സാമ്പത്തിക പ്രശ്നങ്ങളും വരുമാന നഷ്ടവും. രണ്ടാമത്തെ ക്ലിപ്പിൽ നമുക്ക് ഈ പറയുന്ന ബോർഡ് വാങ്ങിച്ചു ആർക്ക് വേണ്ടിയാ? സാബു ജേക്കബിന് വേണ്ടിയല്ല, അഖിലിന് വേണ്ടിയാ. ഞാൻ പറഞ്ഞോട്ടെ, പറ്റിക്കാൻ പറ്റുമോ എല്ലാ കാലവും? ഞാൻ സാബു ജേക്കബിനോട് ആവശ്യപ്പെട്ടത് 2020 കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആവാനാ. എന്താ അങ്ങനെ ഒരു പോസ്റ്റേ ഇല്ലാത്ത പാർട്ടിയിൽ
ഈ അങ്ങനെ പോസ്റ്റ് എന്തായാലും പാർട്ടിക്ക് ഇല്ലാതായി പോയത്. ആള് വേണം, അവരുടെ ഘടനയിൽ ഇല്ല. അവർക്ക് പാർട്ടി ഇല്ലെന്ന്. അതെ, നിങ്ങൾ അവരെ മനസ്സിലാക്ക്. എന്റെ അഖിൽമാരാരെ ആകെ നിയോജക മണ്ഡലവും സംസ്ഥാന സമിതിയുള്ള ഒരു പാർട്ടിയിൽ പോയി ഇല്ലാത്ത ജില്ലാ കമ്മിറ്റി ഇല്ലാത്ത ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ചോദിക്കാൻ മണ്ടത്തരമല്ലേ? ഇല്ലാത്തടത്ത് ഉണ്ടാക്കണമല്ലോ. ഇല്ല, കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായതുപോലെ BJP ഉണ്ടായിരുന്ന ഒരു കാലത്ത് അതിന്റെ അധ്യക്ഷൻ ആവശ്യമില്ല. ഒരു 2 സീറ്റല്ലേ പാർലമെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ. അവരുണ്ടാക്കിയതല്ലേ. അതിന്റെ BJPക്ക് കേരളത്തിൽ എല്ലായിടത്തും വാർഡ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അധ്യക്ഷൻ ആവശ്യമില്ല. അഖിലോ ചോദിക്കാണ് ഇല്ലാത്ത ജില്ലയിൽ ഇല്ലാത്തത് ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതായത് ആളും പേരും ഇല്ലാത്തൊരു ജില്ലയിൽ 2020 10 പേര് പോലും ഇല്ലാത്തൊരു ജില്ലയിൽ അവിടെ പോയി ജില്ലാ പ്രസിഡന്റ് ആവാന്ന് പറയുന്നവന് എന്തോ പൈസ കിട്ടുമെന്ന് കരുതിയിട്ടാ. എനിക്ക് ഇന്നും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്ത് 1.5 ലക്ഷം രൂപ GST എനിക്ക് കിട്ടും. ഇപ്പോഴും കിട്ടും. ഞാൻ ഇപ്പോഴും എന്തിനാണ് വരുമാനമില്ലാത്ത പരിദേവനങ്ങൾ പറയുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഞാൻ ഒരു മതത്തെ പറയുന്നില്ല. 2 വർഷം ഞാൻ പറഞ്ഞുതരാം. അഖിലിന്റെ ഫോളോവേഴ്സ് നഷ്ടമായി, അഖിലിന്റെ വരുമാനം നഷ്ടമായി, അഖിലിന്റെ പരിപാടിക്കാരെ അതാണോ പറഞ്ഞത്? അതാണോ പറയുന്നത്? ഒരുത്തൻ 2020 ജില്ലാ പ്രസിഡന്റ് ആക്ക്. എടാ ഇയാൾക്ക് റിപ്ലൈ ടൂടെ ഞങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി ഇല്ല, അഖിൽ ഞങ്ങളെ പാർട്ടിക്ക് ഉണ്ട്, പ്രവർത്തിക്കണ്ട. അഖിലിന്റെ പാട് നോക്കി പോ, ഒരു കുഴപ്പമില്ല. ഞാൻ 2020 വിട്ടു എന്ന് പറയേണ്ട കാര്യം എനിക്ക് വരുന്നില്ല. കാര്യം സാബു ജേക്കബ് അതങ്ങ് പറഞ്ഞാൽ മതി. വിജയ് അവിടെ CM ആയി. ഞാൻ പറയുന്നു സാറേ, വിജയ് അവിടെ മുഖ്യമന്ത്രിയായി. TVKയും UDF തമ്മിൽ കോൺഗ്രസും തമ്മിൽ ബന്ധമുണ്ട്. അവരൊരു പക്ഷേ കേരളത്തിലേക്ക് വന്നാൽ UDFനോട് താല്പര്യമുള്ള കുറച്ചു പേരൊക്കെ TVKയുമായി പോവും. നമ്മുടെ പാർട്ടിയിലേക്ക് വരാൻ സാധ്യതയുള്ളത് നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളാണ്. അതിനുശേഷം CJP വരുന്നു, പുതിയ കുട്ടികളുടെ ഒരു ആശയം വരുന്നു. അപ്പോഴും ഞാൻ പറയുന്നു 2020 ഈ കൊട്ടാരക്കര സീറ്റ് തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ച് അഖിലിനെ ചതിയിൽപ്പെടുത്തിയ പാർട്ടിയോട് പിന്നെ അഖിൽ പോയി പറയാണ് നമുക്ക് ഈ പാർട്ടി വികാസം പ്രാപിക്കണം കേട്ടോ എന്ന് പറയാണ്. അഖിലെ കള്ളത്തരമല്ലേ ഈ പറയുന്നൊക്കെ? അതെങ്ങനെ ഹാഷ്മി ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് കള്ളത്തരം ഇയാൾക്ക് എങ്ങനെ അറിയാം? ഞാൻ പറയാണത് എങ്ങനെ അറിയാം? അങ്ങനെ വായി തോന്നുന്ന പറയാനല്ല മാധ്യമപ്രവർത്തനം. ഉണ്ടാക്കുന്നതല്ല ഹാഷ്മി മാധ്യമ പ്രവർത്തനം. സത്യം കണ്ടെത്തല. അഖിൽമാരാണോ സത്യം, സാബു ജേക്കബാണോ സത്യം? കണ്ടുപിടിക്കും. നിന്ന് പറഞ്ഞാലും ജീവിതത്തിൽ സത്യത്തിന് അപ്പുറം ഞാൻ. അഖിൽമാരാർ കൊട്ടാരക്കര സീറ്റ് തരാമെന്ന് വിളിച്ചോണ്ട് വന്ന് വഞ്ചിച്ച് തൃക്കാക്കര ഇട്ട് തോപ്പിച്ചു. അഖിലെ വഞ്ചിച്ചു. എന്നെ വീണ്ടും വെരി നെക്സ്റ്റ് ഡേ അഖിൽ പുറത്തു വരണം. സത്യമാണെങ്കിൽ ഇത് അഖില പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി സകല കാര്യങ്ങളും പറയുകയും പിന്നെ നിൽക്കുകയും പിന്നെ പുറത്തു വരികയാണ്. അപ്പൊ ആര് പറഞ്ഞ കള്ളം? ഞാൻ അതാ നിങ്ങൾ ചോദിച്ചില്ലേ എന്താ തൃക്കാക്കര ഞാൻ മത്സരിച്ചെന്ന്. അത് മത്സരിക്കാൻ എടുത്തപ്പോ ഞാൻ വിചാരിച്ചത് തൃക്കാക്കരയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുക, എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളും പേരും ഇല്ല. ഹാഷ്മി ഒരു കാര്യം ആലോചിക്കണം. ഒരു കൗൺസിലർ പോലും BJPക്ക് ഇല്ല. ഒരു കൗൺസിലർ പോലും ഇല്ല. കൊട്ടാരക്കരെ സംബന്ധിച്ച് ഒരു പഞ്ചായത്ത് BJP ഭരിക്കുന്നത്. നഗരസഭയിൽ ഒരു സീറ്റിന്റെ കുറവിൽ പ്രതിപക്ഷത്ത്, മറ്റൊരു പഞ്ചായത്തിൽ പ്രതിപക്ഷത്ത്. ഒരുപാട് സംഘപേരോട്ടമുള്ള പ്രദേശത്ത് നിന്ന് ഒരു കൗൺസിലർ പോലും ഇല്ലാത്ത ഒരു പ്രദേശത്ത് ഞാൻ വരുന്നു. ഇവിടെ എണ്ണിയെടുത്ത് ഒരു 10-25 BDJസുകാരുണ്ട്. 2 പേരാണ് 2020ക്ക്. 2 പേർ. ബാക്കിയുള്ള ഒരു 13 കൗൺസിലർമാർ മത്സരിച്ചു. ഒരു മനുഷ്യൻ ഈ സാബു ജേക്കബിനുള്ള വിരോധം കാരണം തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയില്ല. ഒരാൾ ജയിച്ചാളെ ജീവിതം തകർന്നു. കാര്യം അവരുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭർത്താവിന്റെ ജോലി പോയി. ഈ സാബു ജേക്കബ് തിരിഞ്ഞു നോക്കില്ല. ഞാൻ ഇതെല്ലാം അറിയുന്ന പിന്നീടാണ്. ഇവരെല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ 14 പേര് ഒരുമിച്ച് പത്രസമ്മേളനം നടത്താന്ന് പറഞ്ഞു. അഖിൽമാരാർ തൃക്കാക്കര ഇല്ലെങ്കിൽ മത്സരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അഖിൽമാരാർ അവിടെ ഗോപകുമാർ എന്ന് പറയുന്ന അതിന്റെ ഉപാധ്യക്ഷന്റെ കാലിൽ കെട്ടിപ്പിടിച്ചിടുന്ന് കരഞ്ഞു. കുഞ്ഞിനെ പോലെ സാബു ജേക്കബിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ പറഞ്ഞത് വൈകാരികമായി കരഞ്ഞു അല്ലേ? നിങ്ങൾ ആ ഓഫീസില് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഭാരത് മാതാ കോളേജിന് നേരെ ഓപ്പോസിറ്റ് റിലയൻസിന്റെ ഒക്കെ നിൽക്കുന്ന ഒരു വലിയ ഓഫീസുണ്ട്. അതിന്റെ 7ാമത്തെ നിലയിൽ അന്നുണ്ടായിരുന്ന ഒരു 100 പേര് എന്നെ വന്ന് അഭിനന്ദിച്ചിട്ട് പോയി. ഇവന്മാർക്ക് ഇത്രയും കൊടുത്തല്ലെന്ന്. ഒന്നുകിൽ ഞാൻ നിന്നെയൊക്കെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞു. 25-ാം തീയതി എന്റെ അല്ല മാർച്ച് 16-ാം തീയതി ഇത് മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നതിന് തൊട്ടു മുന്നേ എന്നെ വിളിച്ച് ഈ രീതി നശിപ്പിച്ചപ്പോ ഈ സാബു ജേക്കബിന്റെയും ഗോപകുമാറിന്റെയും മുന്നിൽ ഇരുത്തി 2 എണ്ണത്തിനോട് ഞാൻ പറഞ്ഞു. അതായത് ഗോപകുമാർ ഞാൻ സാബു ജേക്കബോട് സംസാരിച്ചു വന്നപ്പോൾ ഇടയ്ക്ക് കയറി സംസാരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് അഖിൽ വലിയ ആളാന്നല്ലോ ഒരു വിചാരം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരക്ഷരം ഇന്ത്യ നിന്റെ ചെവുക്കലടിച്ച് ഞാൻ പറയും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇടയ്ക്ക് അറിയത് ഇത് ബഹളമായി. കാരണം ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ചതിച്ചതിന് ആദ്യം മാപ്പ് പറയണം. ആദ്യം മാപ്പ് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കണം അഖിലെ നമ്മൾ പെട്ടുപോയി, അഖിൽ തൃക്കാക്കര മത്സരിക്കാമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കും. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കലടിച്ച് ഞാൻ പറിക്കും. ഇറങ്ങി പോകുന്നു. ഫെബ്രുവരി 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് വന്നതാണ്. സാർ എനിക്ക് വേണം, തൃക്കാക്കര ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അപ്പൊ പുള്ളി പറഞ്ഞു നമ്മുടെ A ക്ലാസ് മണ്ഡലം പെരുമ്പാവൂരാണ്. അന്ന് തൃപ്പൂണിത്തറ 2020ക്ക് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു പെരുമ്പാവൂരാണ്, കുന്നത്തുനാട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത A ക്ലാസ് മണ്ഡലം. ഞാൻ പറഞ്ഞു അല്ല നമുക്ക് തൃക്കാക്കര ജയിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറുപടി പറയാം. ഇതിന് മറുപടി പറഞ്ഞാൽ
ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ മതി. എന്താ അഖിൽ മാരാർ നോക്ക്, അഖിലാ പറയുന്നത്. കാശ്മീർ ഒരു മിനിറ്റ് കളിയാക്കി ചിരിക്കലല്ല. ദേഷ്യപ്പെട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് അങ്ങോട്ട് അഖിൽ മാരാർ പറയുന്നത്. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടോ. ഞാൻ ചോദിച്ചു ഞാൻ പറയുന്നത് കേൾക്കാനാണെങ്കിൽ ചോദിക്കുക. അഖിൽ മാരാർ ഇത് കാണിച്ചല്ലോ, ഇനി ഞാൻ പറയും. അഖിൽ മാരാർ പ്രവോക്കണ കാര്യമില്ല. പറഞ്ഞാണ് ഇത് ഞാൻ തന്നെ പറഞ്ഞതാണെന്ന്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരും. പക്ഷേ ഇത് സത്യമുണ്ട്. ഇതിൽ സത്യമുണ്ട് കാശ്മീർ. എന്റെ കാരണം ഞാൻ പറയുന്നൊന്ന് കേട്ടുകളാ നിങ്ങള്. നിങ്ങൾക്ക് എന്തിനാ പേടി? ഞാൻ എന്തിനു ചെയ്താ? എനിക്ക് കൊട്ടാരക്കര സീറ്റ് കിട്ടത്തില്ലെന്ന് മനസ്സിലായി. തൃപ്പൂണിത്തുറ സീറ്റ് BJP വിട്ടുകൊടുക്കത്തില്ലെന്ന് സാബു ജേക്കബ് എന്നോട് പറയുന്നു. പിന്നെ എന്റെ മുന്നിലുള്ള ഓപ്ഷൻ തൃക്കാക്കരയാ. ഞാൻ ഇയാളോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, തൃക്കാക്കര മത്സരിക്കാം. ഇവിടെ ഒരു 10,000 പേരെ വോട്ടർ പട്ടിക ചേർക്കണം. കാരണം ഇത് സിറ്റിയാണിത്, ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. എന്റെ ഫ്ളാറ്റിൽ 350 ഫാമിലി ഉണ്ട്. ഇവിടെ 45 വോട്ടേ ഉള്ളൂ. ഞാൻ ഇതേ കണക്ക്, അതാണ് ഫെബ്രുവരി 25 ഞാൻ എടുത്തു പറഞ്ഞത്. ഫെബ്രുവരി 20 അന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന മാർച്ച് 16 തൃക്കാക്കരയിൽ നമുക്ക് ഇപ്പൊ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയാൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക്, അതായത് എന്താ ഇയാള് പറഞ്ഞ ഇയാൾക്ക് ചതി പറ്റി. കാര്യം BJP-ക്കാർ പുള്ളിയെ ചതിച്ചെന്നാണല്ലോ പുള്ളി എന്നോട് പറയുന്നത്. ഇദ്ദേഹം എന്നെ ചതിച്ചെന്നല്ല എന്റെ ചിന്ത. ഇദ്ദേഹം പറയുന്നത് കൊട്ടാരക്കര സീറ്റ് തരാമെന്ന് പറഞ്ഞ് BJP പുള്ളിയെ ചതിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ആ മനുഷ്യന്റെ ഒപ്പം ഞാൻ നിൽക്കണം. ആ മനുഷ്യന്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യനെ ഞാൻ ദ്രോഹിക്കണ്ട എന്ന് കരുതി. അയാളുടെ ഗതികേടാണല്ലോ എനിക്ക് തൃക്കാക്കര. ആയിക്കോട്ടെ, പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ഫെബ്രുവരി 25 ഞാൻ ഇദ്ദേഹത്തോട് പറയുന്നു, നമുക്ക് തെരഞ്ഞെടുപ്പിൽ നേരിടണമെങ്കിൽ നിലവിൽ MLA ആണ് ഉമാ തോമസ്. അവർക്ക് ബന്ധങ്ങളുണ്ട്. നമുക്കൊന്നുമില്ല, നമുക്ക് സംഘടനയില്ല. നമ്മൾ സംഘടന ഉണ്ടാക്കണം, നമുക്ക് അവിടെ പാർട്ടി ഉണ്ടാക്കണം, വോട്ട് നമ്മൾ ചേർക്കണം. ഒരു 10,000 വോട്ടെങ്കിലും നമുക്ക് ചേർത്ത് തുടങ്ങാം. സാർ ഇത്രയും ചെയ്താൽ മതി. ഇവിടുത്തെ സഭാ നേതാക്കന്മാരോടൊക്കെ ഒന്ന് വിളിച്ചു പറയണം, അഖിലാണ് നമ്മുടെ 2020 സ്ഥാനാർത്ഥി. കുറച്ച് പേരെടുത്ത് ഞാൻ പറയും, ഞാനാണ് മത്സരിക്കാൻ പോകുന്നത്. അതിന് കുഴപ്പമുണ്ടോ? അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. കാര്യം പുള്ളി അന്നേരം പറയുന്നത് ഇതിനാണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് പോവല്ലേ കാശ്മീർ. ഞാൻ പറഞ്ഞു ഇനി അഖില് തന്നെ അവിടെ മൈക്ക് കെട്ടി പ്രസംഗിക്കും. അത് ഞാൻ സാബു സാറോട് ചോദിച്ചു, സാബു സാർ എനിക്ക് തൃക്കാക്കര തരൂ, ഞാൻ മത്സരിക്കാം. അപ്പൊ സാബു സാർ പറഞ്ഞു അതല്ല, വേറെ മത്സരിക്കാം. വേണ്ട വേണ്ട, ഞാൻ മത്സരിച്ചോളാന്ന് പറഞ്ഞു. ഇത് സത്യമാണെന്ന്. ഡയലോഗ് എന്താ? ഒരു മനുഷ്യനെ സുരക്ഷിത കോട്ടകളല്ല, കോട്ട പൊളിക്കാനാണ് പ്ലാൻ എന്നൊക്കെ അഖിൽ പറഞ്ഞു. കാശ്മീർ പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ തോക്കാൻ വേണ്ടിയാ മത്സരിക്കുന്നത്. കള്ളം പറയുവോ? കേരള രാഷ്ട്രീയത്തിലോ സത്യസന്ധനെ പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഇല്ല, ഇയാൾ കുറെ നാൾ മാധ്യമ നടത്തും. ദൈവത്തിന്റെ കരുതല് ഒന്ന് പറഞ്ഞേ. കള്ളം പറയോ? ഒന്ന് പറഞ്ഞേ. എന്നിട്ട് അഖിൽ പറയുകയാണ് അഖിലെ കൈകാലം കെട്ടി വഞ്ചിച്ചു എന്ന് പറയണം. ഞാൻ പറഞ്ഞു, ഞാൻ ചൂടായെന്നല്ലേ ഞാൻ ചൂടായെന്നാ പറഞ്ഞത്. അഖിൽ നന്നായി സംസാരിക്കും, ഒരു തർക്കവും. പക്ഷേ നാക്കിട്ടടിയിൽ എല്ലാ കാലം പറ്റിക്കാൻ പറ്റുന്ന കാശ്മീരോട് പറയുന്നു, ഫെബ്രുവരി 25 അയാളോട് ഞാൻ പറഞ്ഞു, പ്രഖ്യാപിക്കും നിങ്ങൾ എന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ട്, ഞാൻ പണിയെടുത്ത് തരാം. മാർച്ച് 16 അല്ല അതിന്റെ അടുത്ത് വന്ന് പറയേണ്ടത്. ഇനി ഞാൻ മത്സരിക്കാൻ ഇറങ്ങി, എന്റെ അടുത്ത് അന്ന് നമ്മുടെ ശ്രീജിത്ത് പണിക്കര്, മറുനാടൻ ഷാജൻ, മാധ്യമപ്രവർത്തകർ, എന്റെ സുഹൃത്തുക്കള്, രാഷ്ട്രീയം അറിയാവുന്ന സകലരും എന്നോട് ചോദിക്കുക, അഖിലെ ഇതെന്തോ പറ്റി? ഈ തൃപ്പൂണിത്തുറ സീറ്റിൽ അഞ്ജലി നായരും അഖില് തൃക്കാക്കരയിലും തൃപ്പൂണിത്തുറ മത്സരിച്ചാ പോരെ? അതായത് നമ്മൾ നാണം കെട്ട് നിൽക്കുക. ആര് ചോദിച്ചാലും ഒരു ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല. BJP-യുടെ ഒരു A-ക്ലാസ് സീറ്റിൽ ജീവിതത്തിൽ രാഷ്ട്രീയം പറയാത്ത സിനിമയിൽ നിന്ന് വന്ന ഒരു മറ്റൊരു പെൺകുട്ടിയെ മത്സരിപ്പിച്ചിട്ട് ഈ രാഷ്ട്രീയവും പിണറായിയുടെ കേസും രാജ്യദ്രോഹവും ഉൾപ്പെടെ പിടിച്ചു പറ്റിയ എന്നെ പിടിച്ചിട്ട് പാർട്ടിക്ക് 2 പേരുള്ള BJP-ക്ക് ഒരു കൗൺസിലർ കേക്ക്. ഇത് മത്സരിക്കുമ്പോ എന്റെ മുന്നിൽ ഞാൻ പറഞ്ഞല്ലേ കാശ്മീർ, ആദ്യം എനിക്ക് തെളിയിച്ചു കൊടുക്കണം. തൃക്കാക്കരയിൽ എത്ര വോട്ട് എനിക്ക് പിടിക്കാൻ പറ്റും അത് തെളിയിച്ചു കൊടുക്കുക. അതിന് വേണ്ടി തന്നെ അപ്പം എന്റെ കൂടെ നിൽക്കുന്നവരെ വിശ്വാസത്തിലെടുക്കണം. നിങ്ങളിപ്പോ എന്നെ എതിർക്കുന്ന ഒരു കാര്യമില്ല. അവിടെ സാബു ജേക്കബ് എന്ന് പറഞ്ഞ പെരുങ്കള്ളൻ രക്ഷപ്പെടുക. കാരണം സാബു ജേക്കബ് BJP-ക്കാരെ ചതിച്ചതാണ് നിങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്, അല്ലാതെ എന്നെ ചതിച്ചൊന്നും അല്ല. അത് ഞാൻ പറയാം, അതിലേക്ക് ഞാൻ വരാം. നിങ്ങൾ ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണം. അപ്പം സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഈ ഒരൊറ്റ BJP-ക്കാർക്കും മനസ്സുകൊണ്ട് ഒരു ചക്ക ചിഹ്നത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തൃക്കാക്കരയിലല്ല കേട്ടോ, എല്ലായിടത്തും പൊതുവെ മനസ്സുകൊണ്ട് അക്സെപ്റ്റ്. കാരണം അവരങ്ങനെ മുന്നണി രാഷ്ട്രീയത്തിൽ മത്സരിച്ചവരല്ല. ഇത്രയും വർഷക്കാലം തോറ്റിട്ടും താമരയ്ക്ക് കുത്തിയിട്ടുള്ള ശീലമുള്ളവരാ. ഇവരെ നമുക്ക് ചക്കയ്ക്ക് കുത്തിക്കണം, അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിന്റെ ഇടയിൽ പ്രാദേശികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരുപാട് BJP-ക്കാരും മറ്റുള്ളവരും മാറി നിൽക്കുമ്പോൾ അവർക്ക് എനിക്ക് ആകെ കൊടുക്കാൻ പറ്റുന്ന പ്രതീക്ഷ, ഇവിടെ നമുക്ക് പല സാഹചര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് അവരെ നമ്മൾ ആവേശഭരിതരാക്കണം. അതിനുവേണ്ടി മാത്രമല്ല, സത്യത്തിൽ ഒരുതരം എന്റെ നാട്ടിൽ ഉൾപ്പെടെ നാണം കെട്ട് നിൽക്കുക. ഞാൻ അല്ലാതെ ഇപ്പൊ എനിക്ക് കയറി പറയാൻ പറ്റുമോ തൃക്കാക്കര സീറ്റാണ് എനിക്ക് തന്നത്, നിനക്ക് പ്രാന്താന്നോടെ ചോദിക്കും. തൃക്കാക്കര സീറ്റ് തരാൻ വേണ്ടിയിട്ട് വഴി കൂടെ പോകുന്ന ഏത് അലവലാതിക്കും കൊടുക്കാൻ പറ്റുന്ന സീറ്റാ തൃക്കാക്കര. 140 തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അഖിൽ മാരാരെ 2020 ചേർന്നു എന്ന വാർത്ത നിങ്ങളെല്ലാം കൊടുത്തിട്ട് ഞാൻ ആ സമയത്ത് 2020 വിട്ടു പറഞ്ഞാൽ ആര് ശ്രദ്ധിക്കും? അഖിൽ പറയണമെന്നേ, കൊട്ടാരക്കര സീറ്റ് കിട്ടും, ഞാൻ കൊട്ടാരക്കര സ്വന്തമായി മത്സരിക്കുന്നു പറയണം, ശ്രദ്ധിക്കും. അല്ല, അങ്ങനെ വന്നാൽ അത് വീണ്ടും സംസാരിക്കാൻ പോകുന്നത് കോൺഗ്രസ്സുകാർ അവനെ വലിപ്പിച്ചു,
ചാടി 2020 പോയി അവരും വലിപ്പിച്ചു. ഓക്കേ, ഞാൻ നമുക്ക് വിചാരിച്ചു വിളിക്കാം. മത്സരിക്കാം. ആ. മത്സരിച്ചിട്ട് 21,500 അത്ര മോശം ഓട്ടൊന്നും അല്ലല്ലോ. ആ. വരും കൊട്ടാരക്കര പോലും ഈ രണ്ട് പക്ഷേ ഉമാ പ്രാവശ്യം തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഇല്ല. എവിടുത്തെ ഉമാ തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഇല്ല. അത് ഉമാ തോമസിന് അവിടെ വോട്ട് കിട്ടിയത് ഞാൻ എന്റെ വിഷയമല്ലല്ലോ. അല്ലല്ലോ ഉമാ തോമസ്. എന്റെ വോട്ടല്ല എന്റെ വിഷയം. താങ്കൾ പറഞ്ഞ് കണക്കൊന്ന് കേൾപ്പിച്ചോടെ എന്റെ വോട്ടല്ല എന്റെ വിഷയം. ഇല്ല താങ്കൾ മതം പറയേണ്ടി വരും ഷാഷ്മി, മതം പറയേണ്ടി വരും. മതമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മതം എങ്ങനെ വർക്ക് ചെയ്യുന്ന എനിക്ക് പറയേണ്ടി വരും. തോറ്റെല്ലാരും പറയുന്നത് കോൺഗ്രസിന്റെ മിടുക്കല്ല. ദയനീയമായി തോറ്റ എല്ലാവരും കോൺഗ്രസിന്റെ മിടുക്കല്ല. കഴിഞ്ഞ തവണ 99 കിട്ടി. ഞാൻ പറഞ്ഞത് പരാജയപ്പെടുമ്പോ ഉത്തരം മുട്ടുമ്പോ എല്ലാവർക്കും പിടിക്കാൻ പറ്റുന്ന മതം. നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കൊന്നും ഒരു മണ്ണാങ്കട്ടെ അറിയത്തില്ല ഹാഷ്മി. പിണറായി ഒന്നാം പിണറായി നല്ല പിണറായി സർക്കാർ ആയിരുന്നോ? അല്ല, ഹിന്ദു വിരുദ്ധത കാണിച്ചു, ശബരിമലയിലെ കയറ്റി, സകല മറ്റുള്ളവർക്കും സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. അതിൽ നിന്ന് ചാടി പിണറായി പുറത്ത്. ഈ ഹിന്ദു വിരുദ്ധത 99 സീറ്റിലേക്ക് പിണറായി എത്തിച്ചു. ഒരു അടിസ്ഥാന രാഷ്ട്രീയം പറഞ്ഞില്ല അവര്. ശക്തമായ ഹിന്ദു വിരുദ്ധത പിണറായിക്ക് ഒന്നടങ്കം സപ്പോർട്ട് കൊടുത്തു. നേരെ തിരിച്ച് പ്ലേറ്റ് മാറ്റി. അവരുടെ പ്ലേറ്റ് മാറ്റിയപ്പം മറ്റവരും പ്ലേറ്റ് മാറ്റി. അല്ലാതെ സംഘടനാ സംവിധാനത്തിൽ ജയിച്ചതാ. ഈ പറഞ്ഞ ഉമാ തോമസ് അവിടെ MLA വിരുദ്ധ വികാരമുണ്ട്, അവിടെ പിണറായി വിരുദ്ധ വികാരമുണ്ട്. ഉമാ തോമസിന് ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും സീറ്റ് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാര്യമുണ്ടോ? അഖിൽമാരാണോ മത്സരിച്ചത്? അഖിൽമാരാണ് മത്സരിച്ചത്. അല്ല, ഇന്ത്യയാണ് മത്സരിച്ചത്. ഇന്ത്യ മത്സരിച്ചു. അപ്പൊ അഖിൽമാർക്ക് യാതൊരു ഇതുമില്ലേ? അഖിൽമാരെന്ന് പറഞ്ഞാൽ വ്യക്തി മത്സരിക്കുമ്പോൾ അത് ചോദിച്ചാൽ മതി. അപ്പൊ അഖിൽമാരാറ് പ്രസക്തിയില്ലേ? ആശയങ്ങളുടെ പോരാട്ടമാണ്. ആശയങ്ങളുടെ പോരാട്ടമാണ്. ഒരാശയമില്ല. എന്തോന്ന് ആശയം? എന്റെ അഖിൽമാരാരുടെ ആശയം. അഖിൽമാരാർക്ക് ആശയ പ്രശ്നമല്ല, അഖിൽമാരാർക്ക് അരിപ്രശ്നമാണ്. എന്റെ പ്രശ്നോ? അരിപ്രശ്നമാണ്. ഒരു ആശയ പ്രശ്നവും ഇല്ല. ഒരു മനുഷ്യനെ അഖിൽമാരാർക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയില്ല. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ഓടിയലുണ്ട്. ഇവനോടൊക്കെ പൈസ ചോദിച്ചോ? അഖിൽമാരാർ എന്റെ പൈസ കളഞ്ഞ് ഞാൻ മത്സരിച്ചോ? അത് ഞാൻ പറയുന്നല്ലോ. എന്റെ വണ്ടി ഞാൻ വിറ്റെന്ന്. പച്ചക്കള്ള പറയുന്നത്. BMW വണ്ടി വിറ്റതോ? ഏപ്രിൽ ഏത് BMW വണ്ടി? എനിക്ക് BMW ബൈക്ക് ഞാൻ വിറ്റത് ഈ തെരഞ്ഞെടുപ്പിന് ഇടയില. അല്ലെന്നേ, അഖിൽമാരാർ 5 പൈസ ചെലവാക്കിയിട്ടില്ല. അഖിൽമാരിട്ട വസ്ത്രമടക്കം, അഖിൽമാരാർ കുടിച്ച ഒരു വെള്ളമടക്കം കള്ളം പറയല്ലേ? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? കള്ളം പറയുന്ന മൊത്തം കള്ളം. ഇനി നമുക്ക് സാബു ജേക്കബിന്റെ ഫണ്ടിലേക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാർച്ച് 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്തല്ലോ. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കാര്യങ്ങൾ? എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം, മലമറിക്കാം. BJP-ക്കാരൊന്നും എല്ലാവരും ഇങ്ങനെ ആടി ഒളിഞ്ഞൊക്കെ നിൽക്കുക, മറ്റുള്ളവരൊക്കെ. കാര്യം നമുക്ക് ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും വർക്ക് ചെയ്യാൻ വരുന്നില്ല. കുറച്ച് പേരുടെ മീറ്റിങ്ങുകൾ നടക്കുന്നു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 25,000 മറ്റും വെച്ചിട്ട് എല്ലാവരുടെ കയ്യിലും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഇറങ്ങുക. അദ്ദേഹം പറഞ്ഞു ഫണ്ട് വന്നിട്ടില്ല. പറയുന്ന കേക്ക് ഹാഷ്മി. ഞാൻ പറയുന്നതിന് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന്റെ അഖിൽമാരാർ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിറ്റേന്നാണ് 5 ലക്ഷം രൂപ 20 ഇട്ട് വന്നു. അഖിലിന് അക്കൗണ്ടിൽ ഇട്ട് വന്നു. അത് ചെലവാക്കണമെങ്കിൽ കണക്ക് കാണിക്കണം. ഈ ഇലക്ഷൻ കമ്മീഷനിൽ ഇതൊക്കെ ഇലക്ഷന്റെ വരവ് ചെലവ് കണക്കുകൾ കാണിക്കണമെങ്കിൽ ആദ്യം 10,000 രൂപ നോമിനേഷന് കെട്ടിവെക്കണം. 5 ലക്ഷം ഇട്ട് 4,90,000 രൂപ അവിടെ കിടക്കുക. 5 ലക്ഷം അത് എടുക്കാൻ പറ്റില്ല ഹാഷ്മി. എന്താണ് പറയുന്നത്? 5 ലക്ഷം 2020 എടുക്കാൻ പറ്റുമോ? 5 ലക്ഷം അഖിൽമാരാർക്ക് ഇലക്ഷൻ ചെലവിനായി 20 ഇട്ട് തന്നോ? എനിക്കെന്നല്ല, കേരള രാഷ്ട്രീയത്തിൽ ആര് മത്സരിച്ചാലും ഈ ലോകം ഹാഷ്മി ഇവിടെ 1.5-2 കോടിയും ചെലവാക്കുന്നവന്മാരെല്ലാം കാണിക്കുന്നത് 35-40 ലക്ഷം തന്നെ അല്ലേ? ആണോ? അങ്ങനെ കാണിക്കൂ. ചോദ്യം അതാണല്ലോ ഈ രാജ്യത്തെ നിയമം. അഖിൽമാരാർ പറയുകയാണ് 25,000 ബൈക്ക് വിറ്റു. അഖിൽമാരാരുടെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചിട്ട് തൊട്ട് പിറ്റേന്നാൾ അഖിലിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ 20 കണക്കാൻ കാണിക്കാം. എന്റെ പൊന്നെ, 10,000 ഈ ഹാഷ്മി 5 ലക്ഷം ഇട്ട് തന്നോ? ഞാൻ 5 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് എനിക്ക് വേണ്ടിയിട്ടാണ് തരുന്നത്. ഇലക്ഷന് വേണ്ടി. അത് ഞാൻ പറയുന്ന കേക്ക്. അതിന് ഓരോ രൂപയ്ക്കും കണക്ക് കൊടുക്കണം, ബില്ല് കൊടുക്കണം. അത് എടുത്തു വെച്ചിട്ട് പാർട്ടിക്കാർക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. പാർട്ടിക്കാർക്ക് പോസ്റ്റ് ഒട്ടിക്കാൻ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഇലക്ഷന്റെ ഫണ്ടാണോ? ഞാൻ അതാണോ പറഞ്ഞത്? ഇലക്ഷനിൽ അഖിൽമാരാർ ബൈക്ക് വിറ്റ പൈസ അഖിലിന്റെ വേറെ കടം വിട്ടാനായിരിക്കും. കടമില്ല. ഒരു ബൈക്കും വിറ്റ് അഖിൽമാർ 5ന്റെ നയാ പൈസ തൃക്കാക്കറിൽ ചെലവാക്കിയിട്ടില്ല. ഞാൻ എന്താ അഖിൽമാരാർക്ക് കൃത്യമായ സമയത്ത് അഖിൽമാരാർക്ക് വേറെ സോഷ്യൽ മീഡിയ ഫണ്ട് വേണമെന്ന് പറയുമ്പോൾ അതടക്കം 2020 100% പൈസ തന്നിട്ടുണ്ടെങ്കിൽ പറയാമോ? ഞാൻ പറഞ്ഞോട്ടെ ഹാഷ്മി. ആ വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ പറയുന്നുണ്ട്. ഞാൻ ചെലവാക്കിയ എല്ലാ പൈസയും അവർ എനിക്ക് തിരിച്ചു തന്നു. ഇത് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ഇത് എല്ലാം കാണത്തില്ലെന്നേ. ഒരുത്തൻ ഡ്രസ് ഇട്ട് തുടങ്ങുമ്പോൾ അവരെ ജട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇവൻ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ബാക്കി ഇടുന്നത് കാണു. എന്റെ ബാക്കി ഡ്രസ് കാണും. നിങ്ങൾ ജട്ടി കണ്ടതാ ജട്ടി കാശ്മീർ ജട്ടി കിടക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയം ആ വീഡിയോ പറയുന്നു. തെരഞ്ഞെടുപ്പ് മാർച്ച് 16-ന് തുടങ്ങി. മാർച്ച് 26 ആയപ്പോഴത്തേക്കാണ് തെരഞ്ഞെടുപ്പിന് ചെലവിനുള്ള പൈസകൾ ഇവർ തന്നു തുടങ്ങിയത്. എന്നോട് തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ഇവർ പറഞ്ഞ കാര്യം 5 പൈസ BJP-യിൽ നിന്ന് സാബു സാർ മാന്യനും എത്തിക്സിന്റെ അങ്ങേയറ്റമാണല്ലോ. ഞാനും കരുതി കാശുള്ള ആളാണല്ലോ, ശരിയായിരിക്കും, ഇദ്ദേഹം ചെലവഴിക്കും. 1, 2, 3, 4, 5 ഒരു ചെലവഴിക്കലും കാണുന്നില്ല. BJP-യിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ചെലവിനുള്ള ഫണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോ
3 കോടി രൂപ എന്റെ പേരിൽ മേടിച്ചെടുത്ത ആൾ 40 കോടി രൂപ ഇത്രയും മണ്ഡലം 19 മണ്ഡലത്തിന്റെ പേരിൽ മേടിച്ചെടുത്ത ആൾ. തെളിവെന്താണ്? ഇപ്പൊ ചോദിച്ചാൽ ലിക്വിഡ് പൈസ കൊടുക്കുന്നതിനും തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുക്കുന്നതിനും ലോകത്താർക്കെങ്കിലും തെളിവ് പറയാൻ പറ്റൂ? 40 കോടി ഒരു സാബു ജേക്കബ് വാങ്ങിയത് ഒരു- കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ കണ്ടോ എന്ന് ചോദിച്ചാൽ ലോകത്ത് എല്ലാത്തിനും തെളിവ് പറയാൻ പറ്റത്തില്ല. വേണം. അല്ലല്ല, എങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഒരു തെരഞ്ഞെടുപ്പിലെ അല്ലല്ല, അത് അങ്ങനല്ല. UDF-ന്റെയും BJP-യുടെയും സാബു ജേക്കബ് LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു തെരഞ്ഞെടുപ്പിലെ ചെലവെത്ര? എന്തോ ആയിക്കോട്ടെ, അഖിൽമാർ അല്ല, അത് വേറെ കാര്യം. അഖിൽമാർ ഡയറക്റ്റ് ആയിട്ടും സാബു ജേക്കബ് ആരോടും ഉന്നയിക്കും. എന്താണ് സാബു ജേക്കബ് BJP 40 crores പൈസ വാങ്ങി. അതെ. അഖിൽമാർ പേരിൽ 3 കോടി വാങ്ങി. എന്ത് തെളിവിലാ പറയുന്നത്? എനിക്കറിയാം, അദ്ദേഹം അവിടെ ആവശ്യപ്പെട്ടതും കൊടുത്തതും. എന്ത് തെളിവിലാ പറയുന്നത്? എനിക്കറിയാവുന്നേ. ആര് പറഞ്ഞു അഖിലിനോട്? അത് BJP-യുടെ നേതാക്കന്മാർ എന്നാ പറഞ്ഞത്? ഏത് BJP നേതാവ് പറഞ്ഞു? ഇത് ഞാൻ പറഞ്ഞോളാം. അത് പറയൂ. അത് അവരവിടെ കോർ കമ്മിറ്റി ചർച്ച ചെയ്തോളും. അഖിൽമാരാർ പറഞ്ഞതിന്റെ 40 കോടി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അത് മാത്രവുമല്ല, ഇദ്ദേഹം നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ, അല്ല, ഞാൻ നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ BJP-ക്കെതിരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. ഇപ്പൊ പിഷാരടി നേരത്തെ പറഞ്ഞെന്ന് പറഞ്ഞു, ഹാഷ്മിക്ക് പറയാവോ ഞാൻ മാറ്റി പറഞ്ഞ 5 അഭിപ്രായങ്ങൾ? അല്ല, താങ്കൾ മാറ്റി പറഞ്ഞല്ലോ നിലപാടുകളും. ഇപ്പം അഖിൽമാരാർ BJP-യെ വിമർശിക്കും, BJP അനുകൂലിക്കും, കോൺഗ്രസിനെ വിമർശിക്കും, കോൺഗ്രസിനെ അനുകൂലിക്കും. പരാതരം ആ നിലപാട് ഞാനാ പറഞ്ഞേ. അഖിൽമാരാർ നന്നായി സംസാരിക്കാൻ അറിയാം. അഖിൽമാരാർ നന്നായി സംസാരിക്കാൻ ആ നാക്കിട്ടടിക്കൊണ്ട് എല്ലാ കാലത്തും എല്ലാ ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല. സമയം 4:30. അത് BJP-കാരൻ പറഞ്ഞ ഹാഷ്മി മാറ്റി പറയൂ? അല്ലാതാവൂ. അങ്ങനെയല്ലോ. അത് ഗോവിന്ദസ്വാമി പറഞ്ഞ ഹാഷ്മി മാറ്റി പറയൂ? അഖിലിന്റെ സ്ട്രാറ്റജി എന്താണ്? അത് പോപ്പുലർ ഫ്രണ്ട് നേതാവ് പറഞ്ഞ മാറ്റി. അതാണ് 4:30 സത്യമെങ്കിൽ ആര് പറഞ്ഞാലല്ല സത്യം. BJP ആണെങ്കിൽ BJP ശരി, അഖിൽ BJP സത്യം കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ശരി. കോൺഗ്രസിനെ വിമർശിക്കും, അനുകൂലിക്കും. അഖിൽ 2020 അനുകൂലിക്കും, ആവശ്യമുള്ള സമയത്ത് അതെടുത്ത് ഫിറ്റ് ചെയ്യും. ഞാനൊരു സ്വതന്ത്ര ഇന്ത്യൻ പൗരനാണ് ഹാഷ്മി. അതുകൊണ്ടാണ് നിലപാട്, അത് പലപാടാണ്. ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരന് നിലപാട് എഴുതാൻ അറിയാവോ അഖിൽമാരെ? എനിക്ക് അറിയത്തില്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ പൂർത്തിയാവുന്നു. ഇനി മറുവാദങ്ങളുടെ സമയം. കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ. വെൽക്കം ഡോക്ടർ ജിൻഡോ. ജിൻഡോ ജോൺ, ഇവിടെ അഖിൽമാരെ എന്ത് പറഞ്ഞാലും അവിടെ കൊട്ടാരക്കരയിൽ ഭാർഗവാൽ ജയിക്കുന്നത് 1000 ചില്ലുവാനം വോട്ടുകൾക്ക് മാത്രമാണ്. ഒരുപക്ഷെ കൊട്ടാരക്കരയിൽ അഖിൽമാരായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് കോൺഗ്രസ് ഒരു സാമാജികനായിരുന്നു. കൊടിക്കുന്നിൽ വെട്ടിയതാണോ? എനിക്കറിയില്ല. അഖിൽമാരാർ പറയുന്നതാണല്ലോ. അപ്പുറത്ത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷെ അഖിൽമാരാർ കൊട്ടാരക്കര കോൺഗ്രസിൽ മത്സരിക്കാതിരുന്ന ഒരു കണക്കിന് നന്നായി. അതുകൊണ്ടാണ്. കാരണം സവർക്കറെ ആരാധിക്കുകയും ഗാന്ധിയെ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അഖിൽമാരാർ ഒരിക്കലും കോൺഗ്രസിന്റെ MLA ആയിരിക്കാൻ യോഗ്യനല്ല. അഖിൽമാരാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ ശരിക്കും ഏതാ പാർട്ടി? സ്വതന്ത്രൻ. എപ്പോഴും സ്വതന്ത്രനാ. കഴിഞ്ഞ 8 വർഷം, ആക്ച്വലി 8 വർഷമായിട്ട് സ്വതന്ത്രൻ. ആ സ്വതന്ത്രനിൽ നിന്ന് ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചത് മാറ്റി നിർത്തിയാൽ ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരൻ. പാർട്ടിയൊന്നും ഇല്ല. ഇനി ഒരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിച്ചു. എന്നാൽ ഗാന്ധിയേക്കാൾ ഇഷ്ടം സവർക്കറെയാണ്. അത് നമുക്ക് ഇഷ്ടപ്പെടാമല്ലോ. അങ്ങനെ ഞാൻ ഗാന്ധിയെ വെറുക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്നില്ല. എനിക്ക് ആരാധന തോന്നുന്നത് ഗാന്ധിയേക്കാൾ ഞാൻ സവർക്കർ എന്നല്ല പറഞ്ഞത്, സുഭാഷ് ചന്ദ്രബോസ് എന്നാണ്. നിങ്ങൾ തെറ്റി. ഞാൻ സവർക്കറെ നിങ്ങൾ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി എന്ന ഒരു പോയിന്റിൽ സവർക്കറെ തള്ളി പറയുക, അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുക, ഈ ഒരു പോയിന്റിൽ മാത്രം എനിക്ക് സവർക്കറെ തൊട്ടാൽ അഖിൽമാരാർക്ക് ഇത് ഞാൻ പറഞ്ഞത് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയത്തോട്, അദ്ദേഹത്തിന്റെ ആ ഒരു ആശയത്തോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ ആലോചിക്കും, ഇപ്പൊ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. യോജിപ്പില്ലേ? പിന്നെ സവർക്കറുടെ എന്ത് ആശയത്തോടാണ് അഭിനവ ഭാരത് എന്ന സൊസൈറ്റി ഉണ്ടാക്കിയ, ഇന്ത്യയിലെ ബാലഗംഗാധര തിലകന്റെ നിർദ്ദേശപ്രകാരം ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച, പിന്നീട് 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തെ ശിപ്പായി ലഹള എന്ന് വിളിച്ച് എല്ലാവരും കളിയാക്കിയപ്പോൾ അതിനെ 1-ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ച, പിന്നീട് ബ്രിട്ടനിലേക്ക് പോയി അവിടെ വധശ്രമത്തിന്റെ പേരിൽ അവിടെ ശിക്ഷിക്കപ്പെട്ട് 12 വർഷക്കാലം ഇന്ത്യയിലെ ഏറ്റവും നരകയാതന അനുഭവിക്കുന്ന ഒരു ജയിലിൽ ശിക്ഷ അനുഭവിക്കപ്പെട്ട, പിന്നീട് 10-27 വർഷക്കാലം വീട്ടുതടങ്കലിലും അല്ലാതെയും ബ്രിട്ടന്റെ അടിമയായി കഴിയേണ്ടി വന്ന ബ്രിട്ടന്റെ അടിമ എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അടിമയല്ലാത്ത നല്ല ഒന്നാന്തരം സ്വാതന്ത്ര്യ സമര സേനാനുള്ള രാജ്യമാണ്. ആ ചർച്ചയിലേക്ക് പോയാൽ നമുക്ക് ഇഷ്ടമാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഞാൻ സവർക്കറുടെ ബ്രിട്ടീഷുകാർ അടിമ എന്ന് വിളിച്ചത് ഒരു സവർക്കർ ആരാധന ചേർന്നാണോ? ബ്രിട്ടന്റെ അടിമ എന്ന് പറഞ്ഞാൽ നല്ലതെന്നാണോ? മോശമാണ്. മോശമല്ലേ? അല്ല, അദ്ദേഹത്തെ ഒരാൾ അടിമയാക്കി വെക്കുക, വീട്ടുതടങ്കലിൽ അടിമയാക്കി വെക്കുക പറഞ്ഞാൽ സാമ്രാജ്യത്തെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നവനെയാണ് അടിമ എന്ന് പറയുന്നത്. അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്താണ് സ്വയം അടിമയായതല്ലേ? അങ്ങനെ അടിമയാവാൻ പറ്റുമോ? ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ഞാൻ ചോദിക്കുന്നത് അഖിൽമാരാർ ഒരു ദേശീയവാദിയാണ്, ദേശസ്നേഹിയാണ്, ബ്രിട്ടനെതിരാണല്ലോ.
അപ്പൊ ബ്രിട്ടന് മാപ്പ് എഴുതി കൊടുത്ത് ബ്രിട്ടന്റെ അടിമയായിട്ട് പിന്നീട് ദേശീയ സമരത്തെ ഒറ്റുകൊടുക്കുകയും ഒക്കെ ചെയ്ത തള്ളിപ്പറയൊക്കെ ചെയ്ത സവർക്കർ ഹീറോ ആണോ നിങ്ങളുടെ? ഞാൻ രണ്ട് കാര്യം പറയാം. അതായത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തതിന്റെ നേട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടുമ്പോൾ ഇവിടെ മാപ്പ് കൊടുത്തു, അല്ലെങ്കിൽ മാപ്പ് നിരവധി തവണ എഴുതി കൊടുത്തു. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാൾ ഒരു തവണ മാപ്പ് കൊടുത്താൽ ഇവൻ കുഴപ്പമില്ലാത്തവനാണെങ്കിൽ ഇപ്പോൾ ക്ഷമിച്ചേക്കാം. ബ്രിട്ടനും ക്ഷമിച്ചില്ലല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ 9 പ്രാവശ്യം എഴുതി കൊടുത്തത്. ഒരാൾ റിപ്പീറ്റ് ആയിട്ട് മാപ്പ് കൊടുത്തിട്ട് ബ്രിട്ടന് ക്ഷമിക്കണ്ട എന്ന് തോന്നുന്നെങ്കിൽ അവൻ എനിക്ക് ശല്യമാണെന്ന് ബ്രിട്ടന് തോന്നി കാണുമേ. അല്ല, അത് ബ്രിട്ടീഷുകാരുടെ അവരുടെ ഒരു ഒഫീഷ്യലിനെ കൊന്ന കേസിലാണ് ശിക്ഷിക്കപ്പെട്ടത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടല്ല. ആൻഡമാൻ ജയിലിൽ കിടന്നാണെങ്കിൽ 32 വർഷം ആൻഡമാൻ ജയിലിൽ കിടന്ന് മരിച്ച അനുഭവിച്ച മനുഷ്യന്റെ പേരറിയോ? ആരാണ്? രാജ് പുരോഹിത് അല്ലേ? അല്ല, ഒന്ന് ആ പേര് കൂടി പഠിച്ചിട്ട് വേണം സവർക്കറെ ആരാധിക്കാനായിട്ട്. ഒരു സജഷൻ ഉണ്ട്. മൗലാന അലാവുദ്ദീൻ ഹൈദർ അലി. അദ്ദേഹം താങ്കൾ നേരത്തെ പറഞ്ഞ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മക്ക മസ്ജിദിലെ ഇമാമായിരുന്ന അദ്ദേഹം 500 ആളുകളെ കൂട്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ പേര് സ്മരിക്കാത്ത താങ്കൾ ബ്രിട്ടന് മാപ്പ് എഴുതി കൊടുത്ത് അതിന്റെ അടിമയായ സവർക്കർ ഞങ്ങളുടെ വീരപുരുഷനാകുമ്പോ അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിച്ചാൽ നാളെ മുതൽ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാം. നിങ്ങൾ ആക്ഷേപിക്കുന്നതൊക്കെ കേൾക്കണം. ആരെ? മൗലവി ഇതിന്റെ പേര് പറ. അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിക്കൂ, അപ്പൊ ഞാൻ പറയാം, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കും. ഞങ്ങൾ ആക്ഷേപിക്കില്ല. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ പോരാടി മരിച്ച ഒരു മനുഷ്യനെ ഞങ്ങൾ ആക്ഷേപിക്കില്ല. പക്ഷെ ബ്രിട്ടന് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത മാപ്പ് എഴുതി കൊടുത്ത സവർക്കറെ ആരാധിക്കാൻ സാധിക്കില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായി വിശേഷിക്കപ്പെട്ടിട്ടുള്ള ഇന്ദിരാഗാന്ധി എന്തിനായിരിക്കാം 70 സവർക്കറെ അംഗീകരിച്ചും ആദരിച്ചും കൊണ്ട് സ്റ്റാമ്പ് ഇറക്കിയത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ദിരാഗാന്ധിയാണോ സ്റ്റാമ്പ് അടിക്കുന്നയാള്? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തടയാമല്ലോ ഈ രാജ്യത്തിന് ദ്രോഹം ചെയ്ത. ഞാൻ ചോദിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടാത്ത, നിങ്ങൾക്ക് പോലും വർഗീയവാദിയാന്ന് തോന്നുന്ന BJP ഈ രാജ്യം ഭരിക്കുന്ന കാലത്ത്, നിങ്ങൾക്ക് BJP രാജ്യം ഭരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ തന്നെയാ പറഞ്ഞു വർഗീയവാദിയാണെന്ന്. അങ്ങനെ ഒരു രാജ്യം BJP ഭരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തടയാൻ പറ്റുന്നുണ്ടോ? അല്ല, ഞാൻ അധികാരത്തിരിക്കുകയല്ല. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ BJPക്ക് തടയാൻ പറ്റുന്നുണ്ടോ? പ്രധാനമന്ത്രിയായി ഇരിക്കുന്ന ഒരാളുടെ കാര്യമാണ്, അത് ആലോചിക്കണം. ഇന്നത്തെ കൂട്ട് ജനാധിപത്യം ഉള്ളപ്പോ ആ രീതി ഭരിച്ച പ്രധാനമന്ത്രി അല്ല. ഇന്ദിരാഗാന്ധിയുടെ അണ്ടറിൽ ഒരുവിധപ്പെട്ട എല്ലാവരും സമരസപ്പെട്ട് എല്ലാ കാലത്തും RSSന്റെ ഡീപ് സ്റ്റേറ്റ് കഴിഞ്ഞ 100 വർഷമായിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പല രീതിയിലാണ്. ഉദ്യോഗസ്ഥരുണ്ട്, ജഡ്ജിമാരുണ്ട്, പല സംവിധാനത്തിലുണ്ട്, ഉപദേശക വൃന്ദങ്ങളിലും. പിൻവലിക്കാം, അങ്ങനെ വന്ന പിൻവലിക്കാം. ഇപ്പൊ നമ്മളിപ്പം PM-ശ്രീയിൽ നിന്ന് കോൺഗ്രസ് ആദ്യം PM-ശ്രീയിൽ ചേരുന്നു എന്നൊരു തീരുമാനം വരുന്നു. ആദ്യം അത് ഇടതുപക്ഷം PM-ശ്രീ ചേരുന്നു എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടേ ഇല്ല. അതായത് ഇടതുപക്ഷത്തിന്റെ ഒപ്പ് ഇട്ടതിനെ തുടർന്ന് ഞങ്ങൾക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നു എന്നൊരു നിലപാടെടുത്തപ്പോൾ കേന്ദ്രം പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്മാറാം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇദ്ദേഹം പിന്മാറാൻ തീരുമാനിക്കുന്നു. വേണമെങ്കിൽ മുന്നോട്ട് പോകാം. പിന്മാറുന്നു എന്ന് പറയുന്നതാണ് നിലപാട്, മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നതല്ല നിലപാട്. നിലപാടെന്ന് പറയുകയും ചെയ്യും. പക്ഷേ അഖിൽ യുവമോർച്ചക്കാരനായിരുന്നു, അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നീട് കോൺഗ്രസ്സുകാരനാണ്, പിന്നീട് NDA ക്യാമ്പിലാവും. അല്ല, അഖിലിന്റെ നിലപാട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അഖിൽ പറഞ്ഞത് പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിൽ വന്നു. പക്ഷെ ഇതേ അഖില് തന്നെ അഖിലിന് സ്ഥാനം കിട്ടിയില്ലെന്നും പണം കിട്ടിയില്ലെന്നും പണം വീതം വെച്ചതിലും കിട്ടിയില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ. അഖില് തന്നെ ആഷിയോട് പറയണ്ട, അഖിലിന് പൊളിറ്റിക്സ് ഒരു പ്രൊഫഷനാണെന്ന്. പൊളിറ്റിക്സ് ഒരു പ്രൊഫഷനായിട്ട് കാണുന്ന ഒരാൾ എങ്ങനെയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടുക? ഞാൻ പറയാം. അല്ല, പാവപ്പെട്ടവർക്ക് പോരാടാൻ രാഷ്ട്രീയമാണോന്നില്ലോ, ഉണ്ടോ? വേണ്ട. എന്തിനാണ്? പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. പൈസ കിട്ടുന്നില്ല. അഖിലിന് പാവപ്പെട്ടവരെ സഹായിക്കാൻ രാഷ്ട്രീയത്തിൽ വരണമെന്നുണ്ടോ? ഞാൻ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിലും ഒരുപക്ഷെ ഞാൻ പ്രവർത്തിച്ച ചുരുങ്ങിയ സമയം വില്ലേജ് പഞ്ചായത്ത് സെക്രട്ടറിയെ പിടിച്ച് പൂട്ടിയിട്ടതിന്റെയും വില്ലേജ് ഓഫീസറെ ഉപരോധിച്ചതിന്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ കേസുകൾ എനിക്ക് ഒരുപാടുണ്ട്. അന്ന് ഞാൻ പോയി ഇത് ചോദ്യം ചെയ്യുമ്പോൾ നീ ആരടാ എന്നൊരു ചോദ്യമുണ്ട്. ഇത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ നിയമസാമാജികനായി ചെന്നാൽ ഇവൻ ആ ചോദ്യം ചോദിക്കുവോ? എന്റെ ഈ സംശയം എന്റെ ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംഘടനാ ബലമില്ലാത്ത കുട്ടികൾ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിച്ച കാലത്താണ് അഖില് അഖിൽ നിയമസാമാജികനായി ചെന്നാൽ മാത്രമേ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റൂ. വിദ്യാർത്ഥി സമരത്തിൽ അഖിൽ 2 നിലപാട് പറഞ്ഞു. ഒരു വീഡിയോയിൽ തന്നെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും അങ്ങനെ നിലപാട് പറയാൻ പറ്റുക? ആഷ്മി, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഖിൽ ഒറ്റ വീഡിയോ അനുകൂലിക്കുകയും ചെയ്യും, അവസാനം വരുമ്പോഴേക്കും അതിനെതിരുവാണ്. ഞാൻ 2020 രാജിവെച്ചിട്ടില്ല. ഞാൻ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്താണ് ഈ സമരം വരുന്നത്. ഞാൻ ആദ്യം ഒരു കവിത എഴുതി. നിങ്ങളൻ കണ്ണുകൾ ചൂഴ്ന്നെടുക്കൂ, നിങ്ങളൻ നാവിന്റെ വേരിറക്കൂ, നിങ്ങളൻ കർണ പടമധ്യ ഭാഗത്ത് കൂടത്തിനാലും നാഞ്ഞടിക്കൂ, ആർത്തിരമ്പുന്നൊരു പ്രതിഷേധ കടലിനെ തല്ലിയൊതുക്കുവാൻ നോക്കിടല്ലേ, നിങ്ങളുടെ ധാർഷ്ട്യവും ധിക്കാരവും തൂത്തെറിയാനായി ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം ഞാനൊരു കവിത എഴുതി പോസ്റ്റ് ചെയ്യുന്നു ഈ കുട്ടികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട്.
രണ്ടാമത് ഞാനൊരു വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോയുടെ രണ്ടാം ഭാഗത്ത് ഞാൻ പറയുന്നു, ഇനി ഈ സമരം കൊണ്ട് യഥാർത്ഥത്തിൽ BJPക്ക് ഗുണകരമായ കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം CJPയിലേക്ക് ഒരു വിഭാഗത്തെ, അതായത് BJP വിരുദ്ധരെ കുറച്ചുപേരെ CJPയിലേക്കും BJP വിരുദ്ധരെ അതായത് രണ്ട് രാഷ്ട്രീയമാണ്. രാജ്യസ്നേഹ രാഷ്ട്രീയം, രാജ്യവിരുദ്ധ രാഷ്ട്രീയം. രാജ്യസ്നേഹ രാഷ്ട്രീയം BJPയുടേത്, അല്ലാതെ രാജ്യവിരുദ്ധ രാഷ്ട്രീയം. അപ്പം ഈ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന പറഞ്ഞു. അഖില് BJP ആണോ? അല്ല, ഞാൻ അഖില് BJP അല്ലെങ്കിൽ BJPയുടെ രാജ്യസ്നേഹ രാഷ്ട്രീയത്തിന് പുറത്തല്ലേ? അപ്പൊ അഖില് രാജ്യവിരുദ്ധനാണോ? തീർച്ചയായും ഞാൻ രാജ്യദ്രോഹ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളാണ്. ശിക്ഷിക്കപ്പെട്ടല്ല, കേസ് പ്രതിയേർക്കപ്പെട്ട ഒരാളാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അഖില് രാജ്യദ്രോഹിയാണെന്ന് വിചാരിക്കുന്നു. രാജ്യദ്രോഹി ആക്കിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി വാദിക്കാൻ. ആക്കിയോ എന്നുള്ളതല്ല, നിങ്ങൾ രാജ്യദ്രോഹിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് നമ്മൾ ആരും രാജ്യദ്രോഹികളല്ല. പക്ഷേ ഈ BJPയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്ന രാജ്യദ്രോഹിയാണ് എന്നൊരു തോന്നൽ അഖിലിന് എങ്ങനെയാണ് വരുന്നത്? ഇത് ഞാൻ കാഷ്വലി നമ്മൾ തമ്മിലൊരു വാദപ്രതിവാദത്തിന് വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമല്ല. എല്ലാവർക്കും വളരാൻ ഒരു വളം വേണം. എല്ലാവർക്കും. BJPക്ക് വളരണമെങ്കിൽ ദേശീയത വേണം, ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത വേണം. ഇതില്ലെങ്കിൽ ഇവർ വരുത്തി തീർക്കും. ദേശീയതയും ഹിന്ദു മുസ്ലിം വിഭാഗീയതയും തന്നെയാണ് BJPയുടെ അടിസ്ഥാന വളം. പക്ഷേ അവർ ചെയ്യുന്ന വികസന കാര്യങ്ങളെ ഞാൻ അതിന്റെ പേരിൽ എതിർക്കണോ? അഖില് കാണുന്ന ഒരു വികസനം എന്താ? ഉത്തർപ്രദേശും കേരളവും കമ്പയർ ചെയ്യും. എന്താണ് നിങ്ങൾ കാണുന്ന വികസനം? ഓരോ സ്റ്റേറ്റിന്റെയും ഡെവലപ്മെന്റ്സിനെ നമ്മൾ എണ്ണി അതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ നിസ്സാരവൽക്കരിച്ച് തള്ളി പറയരുത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അഖില് തൃക്കാക്കര പോലെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോ അഖിലൊരു ഇതെല്ലാം പറയാം, പക്ഷെ അതിനുള്ള വേദി അല്ല എന്ന് കരുതുകൊണ്ടാണ് കോൺടാക്ട് ഡീറ്റെയിൽ ആക്കുന്നത്. നിസ്സാര കാര്യം. 1950 കോൺഗ്രസ് ഭരണം തുടങ്ങിയല്ലോ. ഈ കാട്ടിൽ പോയി വിറകൊടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിറക് കത്തിച്ച് അതിന്റെ പേരിൽ അപകടത്തിനിരയാവുന്ന ശൗചാലയമില്ലാത്ത സ്ത്രീകളുടെ പേരിൽ BJP ഒരു ഗ്യാസ് സ്റ്റൗ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ LPG കൊടുക്കുന്ന സമയത്ത് ഇവിടെ പരിഹാസമായിരുന്നു. 1 രൂപ പെട്രോളിന് കൂട്ടുന്ന സമയത്ത് നമുക്ക് പരിഹാസമായിരുന്നു. കാര്യം എന്താ? നമ്മൾ ഇതെല്ലാം കണ്ടു വളർന്നവനാ. നമ്മുടെ ഒന്നും വീട്ടുകളിലെ കുട്ടികള് ഒരു സ്ത്രീയും പുറത്തു പോയിരുന്നിട്ട് സാഹചര്യം വന്നിട്ടില്ല. ആ കേരളത്തിൽ നിന്നുകൊണ്ട് മറ്റു BJP വികസനം പറയാ. അതിന്റെ ഗുണം ആർക്കാ? അതിന്റെ നേട്ടം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കാ? ഇവിടെ രാജാക്കന്മാരെ ഒരു സ്ഥലത്ത് നാടിനുണ്ടായ കാഴ്ചപ്പാട് കേരളത്തിന് പുറത്ത് രാജാക്കന്മാർ ഭരിച്ചിട്ടില്ലേ? കേരളത്തിന് പുറത്ത് രാജാക്കന്മാർ ഭരിച്ചിട്ടില്ലേ? ശ്രീനാരായണ ഗുരുവിന് നന്ദി പറ, അയ്യങ്കാളിക്ക് അതൊക്കെ നമുക്ക് പറയാം. ഇവിടുത്തെ കാഴ്ചപ്പാടും ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന ഭരണാധികാരികൾക്ക് നന്ദി പറ. ഇതെല്ലാം 57 EMSന്റെ തലയെ കൊണ്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് LDF UDF കേരളം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ദ ഇന്ത്യ വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, വികസിത സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തോട് നമുക്ക് മറ്റൊരു സംസ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ട് അത് നോക്കി പഠിക്കുമെന്ന് കാണിക്കുന്ന ഒറ്റ പോയിന്റ് അകലെ ചൂണ്ടിക്കാണിക്കുന്നില്ല. എന്നാൽ ഇവിടുത്തെ ഒരു IIM, ഇവിടുത്തെ ഒരു IIT, ഇവിടുത്തെ കൊള്ളാവുന്ന മെഡിക്കൽ കോളേജുകൾ ഒരു സംസ്ഥാനം ചൂണ്ടിക്കാണിച്ച് ഇത് കേരളത്തെക്കാൾ മെച്ചപ്പെട്ട BJP പറയൂ. ഒരു വാക്ക് പറയൂ. അതിനു മുമ്പ് അഖില് പറഞ്ഞ ഞാൻ മറുപടി പറയാം. അത് ഒരുപാടുണ്ടെന്നേ. ഒന്നുമില്ല, അത് ഒരുപാട് പറയാനുണ്ട്. ഒരു സംസ്ഥാനം ഞാൻ പറയാം. യുപിയോ യുപിയിലേക്ക് പോയി കാണുക. ഞാൻ കണ്ടിട്ടുള്ള UP യോഗി ആദിത്യനാഥിന്റെ വികസനത്തിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ 2-3-4 ദിവസം മുമ്പാണ് അവിടുത്തെ ഒരു സ്കൂളിലെ മിഡ് ഡേ മീല് ഒരു മഞ്ഞ വെള്ളവും ഒരു കരിഞ്ഞ റൊട്ടിയും. കേരളത്തിലെ ഏറ്റവും മോശം സ്കൂളിന്റെ നിലവാരവും ഇല്ല അവിടുത്തെ ഏറ്റവും മികച്ച സ്കൂളിന്. നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഏത് കാര്യത്തിലാണ് നിങ്ങൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഇത് പ്രശ്നം. നിങ്ങൾ വികസനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിക്ക് അതേ കാണാൻ പാടുള്ളൂ, അങ്ങനെ പറയാൻ പാടുള്ളൂ. അങ്ങനെയല്ല പറയൂ. ഞാൻ ചോദിക്കുന്നത് എന്താണ് കേരളമായിട്ട് വിദ്യാഭ്യാസ രംഗം, ആരോഗ്യ രംഗത്ത്, ഏത് രംഗത്താണ് നിങ്ങൾ പറയുന്നത്? പറഞ്ഞോട്ടെ, പറയൂ. 24 ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ 2 പേരെ വിളിച്ചോണ്ട് വന്ന് നിങ്ങളുടെ കക്കൂസ് കൊണ്ട് കാണിച്ചിട്ട് ഇതാണ് 24 ന്യൂസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഓരോ പ്രദേശം, ഇപ്പം ക്ലിഫ് ഹൗസിൽ താമസിക്കുന്ന മുഖ്യമന്ത്രിയുണ്ട്, യൂസഫ് അലി താമസിക്കുന്ന പ്രദേശമുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തു. 7 പെണ്ണുങ്ങൾ ഒരു ചെറ്റക്കുടിയിൽ കിടക്കുക. ഞാൻ ക്യാമറയും കൊണ്ടുപോയിട്ട് ഇതാണ് VD സതീശന്റെ കേരളം എന്ന് പറഞ്ഞിട്ട് തൃക്കാക്കരയിൽ 7 പേർ താമസിക്കുന്ന ഒരു ഷെഡ് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ പ്രശ്നം. ഞാനെല്ലാം കാണും, അതിനാണ് കേന്ദ്ര സർക്കാരിന്റെ ഒഫീഷ്യൽ കണക്കുകളുള്ളത്. അതിന് നീതി ആയോഗ് എന്നാണ് പറയുക, പല സൂചികകളാണ് പറയുക. ആ സൂചികകൾ പ്രകാരം ഏതെങ്കിലും ഒരു സൂചികയിൽ ഏതെങ്കിലും ഒരു BJP സംസ്ഥാനം കേരളത്തിന്റെ ആവറേജിനേക്കാൾ മുകളിലുള്ള പറ, ഒറ്റ ഒരു സംസ്ഥാനം പറ. ഒന്നുമില്ല.
ഇല്ല. അതാണ് ഡെവലപ്മെന്റ്. അതാണ് ഡെവലപ്മെന്റ്. അപ്പൊ 1990 സാക്ഷരത എത്ര കേരളത്തിലെ എത്രാന്ന് പറ. എന്താ പറ ഒരു കണക്ക് ചുമ്മാ ഗൂഗിളിൽ നോക്കിട്ട് പറഞ്ഞു. 2026 നിൽക്കുന്നേ. എന്താ 90 ഞാൻ പറഞ്ഞത് 90 സംസാരിക്കേ 90കളിലെ സാക്ഷരത തന്നെയാണെന്ന് ഇന്നും ഉള്ളത് ഇവിടെ കേരളത്തിൽ വികസിത ശിശു ജനന മരണനിരക്ക് തന്നെയാണ് കാരണം ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ അമ്മമാരുടെ ചിന്തകൾ മുതൽ എല്ലാം ഡെവലപ്ഡ് ആണ്. ചിന്തകൾ ഡെവലപ്ഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞോളൂ, ചിന്തകൾ അങ്ങനെ ഡെവലപ്ഡ് ആയ ഒരു കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാൻ ഭരണാധികാരി ഒരൊറ്റ സൂചിയ പറ. ഞാൻ അതാ നീതി ആയോഗിന്റെ കണക്കിലെ സൂചിക വെച്ചിട്ട് ഹാഷ്മിക്ക് ഒരു കുട്ടി ഉണ്ടായാൽ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ ഹാഷ്മി കേരളത്തിലെ ഏത് സ്ഥാപനം തെരഞ്ഞെടുക്കുമെന്ന് പറ. ഞാൻ UP 1989 വരെ ഭരിച്ച കോൺഗ്രസ് ആണല്ലോ. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ BJP വന്ന് ഈ നിങ്ങളിപ്പോ VD സതീശൻ വന്നിട്ട് 2 മാസമേ ആയുള്ളൂ. ഈ വികസനത്തിന്റെ പേരിലാണ് വികസനം എന്ന് പറയുന്നത്. അടിസ്ഥാന ഞാൻ പറഞ്ഞോട്ടെ BJP വികസനം എന്താ? എന്റെ പൊന്ന് ഹാഷ്മി, അത് 1, 2, 4, 5 കണക്കുകൾ നിരത്തി പറയണോ? ഇതാണോ ഞാൻ നിങ്ങളുടെ എന്താ പറയുന്നത്? കേരളത്തിൽ കഴിഞ്ഞ 25-30 വർഷക്കാലമായിട്ട് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സർക്കാർ ഇപ്പൊ സ്മാർട്ട് സിറ്റി പദ്ധതി 2004 ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു. ഇവിടെ ചെയ്യാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിച്ചോ? അത് വേറെ കാര്യല്ലേ. ഇത് എനിക്കതാണ് ആവശ്യം. കേരളത്തിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. കേരളത്തിന്റെ ആവശ്യം ശൗചാലയമല്ല. ഈ ദേശീയപാത എന്നാ വന്നത്? കേരളത്തിന്റെ ആവശ്യം ശൗചാലയമല്ല. അതിനേക്കാൾ മികച്ചപ്പെട്ട ആവശ്യങ്ങൾ കേരളത്തിലുണ്ട്. അതിന്റെ ഫണ്ട് നമുക്ക് വേണം. അത് നമുക്ക് കിട്ടുന്നില്ല. വേറെ കാര്യം, അതൊക്കെ വേറെ കാര്യം. പക്ഷെ കേരളത്തിന്റെ ആവശ്യം ശൗചാലയമല്ല. നമ്മുടെ ബാൻഡ് മുകളിലാണ്. ഞാൻ പറഞ്ഞോട്ടെ, കോൺഗ്രസ് ഇത്രയും വർഷക്കാലം ഭരിച്ചിട്ട് ഈ രാജ്യത്തുള്ള ദേശീയപാതകൾ, ഈ രാജ്യത്തുള്ള വിമാനത്താവളങ്ങൾ, ഈ രാജ്യത്തെ ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഈ രാജ്യത്ത് സംഭവിക്കപ്പെട്ട ഇന്റർനാഷണൽ അതായത് ലോക കോർപ്പറേറ്റുകൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസകൾ ഉൾപ്പെടെ എല്ലാം എടുക്കാം. ഞാൻ ഒന്നാമത്തെ കാര്യം, ഇതെന്താ പ്രശ്നം ചെയ്യും? എനിക്ക് നിങ്ങൾ എന്നെ പിടിച്ച് BJP, ഞാനിത് മിണ്ടാതിരിക്കുന്നതാ. എനിക്ക് BJPയുടെ വക്താവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചാൽ ഞാൻ BJPയുടെ വക്താവിനെ പോലെ സംസാരിക്കേണ്ടി. ഞാനൊരു നിഷ്പക്ഷനായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾക്ക് ഇവിടെ വേണ്ടത് വരണം. വാദങ്ങൾ മറുവാദങ്ങൾ തീർന്നിട്ടില്ല, തുടരും. ജനകീയ കോടതി പ്രസന്റഡ് ബൈ സിസോ ഹെയർ കളർ. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.